ലോകി ഞാനിന്നോട്ടം തികച്ചോ കർത്താവിന്റെ വിലയേറിയ നാമത്തിന് മഹത്വം. ഒരിക്കൽ കൂടെ എന്നെ ശ്രദ്ധിക്കുന്ന കേൾക്കുന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഞാൻ ഇനി ഒട്ടും സമയം കളയാതെ സ്വർഗം എന്ന വിഷയത്തിലേക്ക് പോവുകയാണ്. ഞാൻ കഴിഞ്ഞ രാത്രി ഓർപ്പിച്ച പോലെ 1 മണിക്കൂർ കൊണ്ട് അതെല്ലാം കൂടെ കണ്ടൻസ് ചെയ്ത് അല്ലെങ്കിൽ ഓടിച്ച് അതൊന്ന് ധ്യാനിക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. സ്വർഗം നമ്മൾ കണ്ടു, വിശുദ്ധന്മാർക്ക് ഒരു ന്യായവിധിയുണ്ട്. നമ്മൾ കണ്ടതുപോലെ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ ന്യായം വിധിച്ചവരെ തള്ളിക്കളയുകയല്ല, അവരുടെ പ്രവൃത്തികളും ജീവിതവും പരിശോധിച്ച് അവർക്ക് പ്രതിഫലങ്ങൾ കൊടുക്കുന്ന ഒരു സ്ഥലമാണ് ക്രിസ്തുവിന്റെ ന്യായാസനം. നമുക്കറിയാം, ആ ന്യായമാണ് നമ്മെ കറയും കളങ്കവും ഇല്ലാത്തവരാക്കി തീർക്കുന്നത്. വിതൗട്ട് സ്പോട്ട് ആൻഡ് റിങ്കിൾ. ഇവിടെ വെച്ച് സംഭവിച്ച അനേക ചുളുക്കങ്ങളും വാട്ടങ്ങളും കുറവുകളും ഒക്കെ പരിഹരിച്ച് കർത്താവ് പരിഹരിക്കുന്നത് ഈ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുമ്പിലാണ്. അതിന്റെ ശേഷം പ്രതിഫലങ്ങൾ പ്രാപിക്കുന്നു. നാം ഒരു സ്വർഗീയ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. നമ്മൾ ഓർക്കണം, സ്വർഗം എന്ന വിഷയം ബൈബിളിൽ വളരെ വ്യക്തമായി ഏതാണ്ട് 500-ലധികം വാക്യങ്ങളിലൂടെ നമുക്ക് വെളിപ്പെടുത്തിയിരിക്കുന്ന ഒരു വിഷയമാണ്. നമുക്ക് ആ വാക്യങ്ങളിലെല്ലാം കൂടെ കടന്നു പോകാൻ നിവൃത്തിയില്ല. ഫിലിപ്പ് ലേഖനം നമ്മൾ പലപ്പോഴും ഈ സ്റ്റഡിയിൽ കോട്ട് ചെയ്തതാണ്. 2-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അങ്ങനെ യേശുവിന്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശുക്രിസ്തു കർത്താവെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. വാക്യമുണ്ടായി. 3 ലോകമുണ്ട് എന്ന് വളരെ വ്യക്തമായ ആ വാക്യം നമ്മളെ ഓർപ്പിക്കുന്നു. സ്വർലോകം, ഭൂലോകം. വായിക്കേണ്ട വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്, പുസ്തകം തുറപ്പാനും അതിനെ മുദ്ര പൊട്ടിപ്പാനും സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിയുടെ കീഴിലും ആരെയും കണ്ടില്ല. അവിടെയും ഈ 3 ലോകത്തെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യം ഓർക്കുക, നമ്മള് വളരെ വ്യക്തമായി ബൈബിളിൽ വായിക്കുന്നു, സ്വർഗമുണ്ട്, സ്വർലോകമുണ്ട്. മറ്റു വിധത്തിൽ പറഞ്ഞാൽ ഭൂമി പോലെ തന്നെ മറ്റൊരു സ്ഥലമാണ് സ്വർഗം. മനുഷ്യ മനസ്സിൽ ഈ സ്വർഗത്തെ കുറിച്ചുള്ള ചിന്ത വളരെ ശക്തമാണ്. മനുഷ്യൻ പല വിധത്തിൽ അവിടെ എത്താനായിട്ട് ശ്രമം നടത്തുന്നുണ്ട്. നമ്മൾ അതൊക്കെ ബന്ധത്തിൽ പഠിക്കേണ്ട വിഷയങ്ങളാണ്. എന്നാൽ നമ്മെ സംബന്ധിച്ച് ദൈവം തന്റെ വചനം നമുക്ക് തന്നു, വചനത്തിലൂടെ നമുക്ക് വെളിപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും ഓർക്കാറുള്ള പോലെ 119-ാം സങ്കീർത്തനത്തിന്റെ 108-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്, നിന്റെ വചനം എന്റെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമാണ്. ഇരുട്ടിൽ നാം തപ്പി തടയുവാനല്ല, വളരെ വ്യക്തമായി നമ്മുടെ
പത്രോസ് രേഖപ്പെടുത്തി 2 പത്രോസ് 1:3 നമ്മുടെ ഭക്തിക്കും ജീവനും ആധാരമായതൊക്കെ, കുറച്ചെന്നല്ല, ഭക്തിക്കും ജീവനും ആധാരമായതൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോ സ്വർഗം എന്ന വിഷയത്തെക്കുറിച്ച് മനുഷ്യൻ അന്വേഷിക്കുകയും അവിടെ ചെന്നു പറ്റാൻ വേണ്ടി എല്ലാ ശ്രമങ്ങളും നടത്തുകയും ചെയ്യുമ്പോൾ ഏത് കാലഘട്ടത്തിൽ ജീവിച്ച മനുഷ്യന്റെയും ഉള്ളിൽ സ്വർഗം എന്ന ഒരു വിഷയം ഉണ്ട്. അവൻ അതിനു വേണ്ടി ആഗ്രഹിക്കുന്നു. അപ്പോൾ അത് നമ്മെ സംബന്ധിച്ച് ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. ഞാൻ ഈ ഭാഗം വായിക്കുമ്പോഴൊക്കെ അല്ലെങ്കിൽ പഠിക്കുമ്പോഴൊക്കെ 1 കൊരിന്ത്യർ 15:19 ഓർക്കാറുണ്ട്. അത് വായിക്കണമെന്നില്ല. നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരാണ്. ഇഫ് ഇൻ ദിസ് ലൈഫ് ഓൺലി, ഈ ആയുസ്സിൽ മാത്രമാണ് നമ്മുടെ പ്രത്യാശയെങ്കിൽ നമ്മൾ അരിഷ്ടന്മാരാണ്. വളരെ വ്യക്തമായി ഞാൻ ഓർപ്പിക്കട്ടെ, ഈ ആയുസ്സിൽ മാത്രമാണോ നമ്മുടെ പ്രത്യാശ? നമ്മള് സങ്കീർത്തനങ്ങൾ 17:14-15 വാക്യം കൂടെ ഒന്ന് വായിച്ചേക്കാം. നോക്കുക, ഈ ആയുസ്സിൽ മാത്രമല്ല ദൈവമക്കളുടെ പ്രത്യാശ. സങ്കീർത്തനങ്ങൾ 17 അതിന്റെ 14-15 വാക്യം. കൈകൊണ്ട് ലൗകിക പുരുഷന്മാരുടെ വശത്തു നിന്നും വിടുവിക്കണമേ. അവരുടെ ഓഹരി ഈ ആയുസ്സിലത്രേ. നിന്റെ സമ്പത്ത് കൊണ്ട് നീ അവരുടെ വയറ് നിറയ്ക്കുന്നു. അവർക്ക് പുത്രസമ്പത്ത് ധാരാളമുണ്ട്. തങ്ങളുടെ ധനശിഷ്ടം അവർ കുഞ്ഞുങ്ങൾക്ക് വച്ചേക്കുന്നു. ഞാനോ നീതിയിൽ നിന്റെ മുഖത്തെ കാണും. ഞാൻ ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് തൃപ്തനാകും. നോക്കുക, തൃക്കൈ കൊണ്ട് ലൗകിക പുരുഷന്മാർ, ഇംഗ്ലീഷിൽ വായിച്ചാൽ men of the world who have their portion in this life. ഈ ലോകത്തിൽ ഓഹരി, നമ്മൾ ഓർത്തതുപോലെ ഈ ആയുസ്സിൽ മാത്രം ആശ വെച്ചിരിക്കുകയാണെങ്കിൽ അരിഷ്ടന്മാരാണ്. ഇവിടെ നമ്മൾ വായിക്കുന്നത് അവരുടെ ഓഹരി ആയുസ്സിലാണ്. ആരുടെ ഓഹരിയാണ്? ഈ ലൗകിക പുരുഷന്മാർ, men of the world. ലോകത്തിലുള്ള മനുഷ്യർക്ക് 2 വിധത്തിലുള്ള മനുഷ്യരുണ്ട്. ലൗകിക പുരുഷന്മാരുണ്ട്, ആത്മീക പുരുഷന്മാരുണ്ട്. ഈ ലോകത്തിൽ മാത്രം ആശ വെച്ചിരിക്കുന്നു. അവര് ഈ ലോകത്തിലെ ജീവിതത്തിന് വേണ്ടി പ്ലാൻ ചെയ്യുന്നു, ഈ ലോകത്തിലെ ജീവിതത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു, ഈ ലോകത്തിലെ ജീവിതത്തിന്റെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു. എന്നാൽ ദൈവമക്കളെ സംബന്ധിച്ച് നമുക്ക് ഈ ആയുസ്സിൽ മാത്രമല്ല നമ്മുടെ പ്രത്യാശ. നമ്മൾ അതുകൊണ്ടാണ് നമ്മള് ജീവനുള്ള പ്രത്യാശയ്ക്കായി, പത്രോസ് രേഖപ്പെടുത്തി, ജീവനുള്ള പ്രത്യാശയ്ക്കായി വീണ്ടും ജനിപ്പിച്ചിരിക്കുകയാണ്. നമ്മുടെ ആശ, നമ്മുടെ പ്രത്യാശ എന്താണ്? ഒരിക്കൽ നാം കർത്താവിനോടുകൂടെ സ്വർഗത്തിലാകും, അവനെ നമ്മൾ കാണും, സ്വർലോകത്തിൽ നമ്മൾ എത്തിച്ചേരും. അങ്ങനെ ഒരു സ്ഥലമുണ്ടോ? അങ്ങനെ ഒരു സ്ഥലമുണ്ടോ? ഈസ് ദെയർ എ ഹെവൻ? ഈസ് ദെയർ എ പ്ലേസ് നോൺ ആസ് ഹെവൻ? സ്വർഗം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ടോ? എങ്ങനെ നമുക്കറിയാം? എങ്ങനെ നമുക്ക് ഉറപ്പുവരുത്താം? ബൈബിള് നമുക്കത് പറയുന്നത് കൊണ്ട് ഉറപ്പുവരുത്താം. 2, all the laws of logic demands it. നോക്കുക, ലോകത്തിലുള്ള എല്ലാ ഒരു ലോജിക്കൽ ആഗ്രഹങ്ങളും അങ്ങനെ ഒരു സ്ഥലത്തിന് വേണ്ടി ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. ഞാനത് അല്പം വിശദീകരിക്കാൻ പോവുകയാണ്. നമ്മള് മൃഗങ്ങളെ ശ്രദ്ധിച്ചാൽ, ജീവജന്തുക്കളെ ശ്രദ്ധിച്ചാൽ, അവയുടെ ഉള്ളില് ഒരു ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ട്, ജന്മസിദ്ധമായ ഒരു വാസന. മനുഷ്യന് ഇൻറ്റ്യൂഷൻ ഉണ്ട്, ഉൾക്കാഴ്ച അല്ലെങ്കിൽ കാര്യങ്ങളെ വിലയിരുത്തുവാൻ അവന് കഴിയുന്ന ഒരു ഉൾക്കണ്ണുണ്ട്. അങ്ങനെയുണ്ടോ? ഉണ്ട്. ഞാനത് തിരുവചനത്തിലൂടെ അല്ലെങ്കിൽ ആ കാര്യത്തിലേക്കൊന്ന് കടക്കാം. മൃഗങ്ങൾക്ക് ഇൻറ്റ്യൂഷൻ ഉണ്ട്, ജന്മസിദ്ധമായ വാസന, സഹജമായ പ്രകൃതി. അതിന്റെ ഏറ്റവും നല്ല ദൃഷ്ടാന്തമാണ്, ഒരു സിമ്പിൾ എക്സാമ്പിൾ. ഒരു ജനിച്ചാൽ ആ പൂച്ചക്കുഞ്ഞിന്റെ കണ്ണ് തുറന്നിട്ടില്ല. ആ കണ്ണ് തുറക്കാത്ത പൂച്ചക്കുഞ്ഞ് അമ്മയുടെ മുലപ്പാല് കുടിക്കാൻ തപ്പിച്ചെന്ന് അത് പാല് കുടിക്കുന്നു. അതിനോട് ആര് പറഞ്ഞു? അവിടെ അമ്മയുടെ മുലപ്പാല് കുടിക്കാൻ അതിന് കഴിയുമെന്ന്, അവിടെ പാലുണ്ടെന്ന് ആര് പറഞ്ഞു ഈ പൂച്ചക്കുഞ്ഞിനോട്? അതിന്റെ കണ്ണ് തുറന്നിട്ടില്ല. അതിന്റെ ഉള്ളിലൊരു ജന്മസിദ്ധമായ ഒരു സഹജമായ ഒരു പ്രകൃതിയുണ്ട്, ഒരു വാസനയുണ്ട്. അതിന്റെ പേരാണ് ഇൻസ്റ്റിങ്ക്ട്സ്. നമ്മുടെ നാട്ടിൽ നമ്മൾ സാധാരണ കാണാറുണ്ട്,
ഇമിഗ്രേഷൻ ബേർഡ്. അതിനെ അങ്ങനെ വിളിക്കുന്നതിന്റെ കാരണം എന്നാന്ന് ചോദിച്ചാൽ, എല്ലാ വർഷവും ഒരു സീസണിൽ അത് ഇവിടെ വരും. കൊക്ക് പോലെ ഇരിക്കുന്ന അനേക കിളികൾ ഇവിടെ വരുന്നത് ഒരു സീസണിൽ കാണാം. പിന്നെ ആ സീസൺ മാറുമ്പോൾ അതിനെ കാണാൻ നിവൃത്തിയില്ല. സാധാരണ പത്രത്തിലൊക്കെ അതിന്റെ പടം കിടക്കുന്ന കാണാം. ഇതെവിടുന്ന് വന്നതാ? പാശ്ചാത്യ രാജ്യങ്ങളിൽ മഞ്ഞ് വീഴുന്ന സ്ഥലത്ത് അതിന് ജീവിക്കാൻ ബുദ്ധിമുട്ടുള്ള ശൈത്യകാലത്ത് അത് പറന്ന് ഇവിടെ വരും. ഇവിടെ നിന്ന് അവിടെ ശൈത്യം മാറുമ്പോൾ വീണ്ടും പറന്നത് തിരിച്ചു പോകും. ഇതിനോട് ആര് പറഞ്ഞു ഈ മഞ്ഞ് വീഴുന്ന മാറിയെന്ന്? ഇതിനോട് ആര് പറഞ്ഞു പ്രകൃതിക്ക് മാറ്റം വന്നെന്ന്? അതിന്റെ ഉള്ളിലുള്ള സഹജമായ ഒരു വാസനയാണ്, ജന്മസിദ്ധമായ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് ആണ്. ഞാൻ ഓർപ്പിക്കട്ടെ, അതുപോലെ മനുഷ്യനെ ശ്രദ്ധിച്ചാൽ there is a longing in his heart. അവന്റെ മനസ്സിലൊരു ഭയങ്കര ലോങ്ങിങ്. എന്താ ലോങ്ങിങ്? നോക്കുക, നല്ലൊരു ലോകത്തിന് വേണ്ടി, ഉട്ടോപ്പിയ. ഞാൻ ഇങ്ങനെ ഓർത്തു, നമ്മള് കേരളത്തിൽ ഓണം എന്ന് പറയുന്ന ഒരു ഫെസ്റ്റിവൽ ഉണ്ട്. ഈ ഓണം എടുത്ത് നോക്കിയാൽ ഈ സ്വർഗത്തിന്റെ കൺസെപ്റ്റിൽ നിന്നുണ്ടായതാ. എല്ലാവരും ഒരുപോലെ, കള്ളമില്ല, പൊളിയില്ല, ജീവിക്കാൻ സമൃദ്ധി, മനുഷ്യന്റെ കൺസെപ്റ്റിൽ. കമ്മ്യൂണിസം എന്താണ്? ഒരു ഉട്ടോപ്യ. ഈ ലോകത്തിൽ ഒരു സ്വർഗം സൃഷ്ടിക്കുകയാണ്. മാത്രമല്ല, ഈ ഈ ഈ അറബിക് കഥകൾ ശ്രദ്ധിച്ചാൽ ഈ ലോകത്തിലെ ഒരു സ്വർഗമാണ് അവരുടെ പ്രതീക്ഷ. ഞാൻ ഓർപ്പിച്ചു വന്നത് ഇത് എവിടുന്നാണ്? ഇത് ഒരു ബെറ്റർ വേൾഡ്, ഒരു ഇതിനെക്കാട്ടി ജീവിക്കുന്നതിനെക്കാട്ടി നല്ലൊരു ലോകത്തിന് വേണ്ടി മനുഷ്യന്റെ ഉള്ളിൽ കൊടുത്തിരിക്കുന്ന ഇൻസ്റ്റിങ്ക്റ്റ് അല്ല, ഇൻറ്റ്യൂഷൻ, ഉൾക്കാഴ്ചയാണ്. ഞാൻ മറ്റൊരു ദൃഷ്ടാന്തം പറയട്ടെ. മനുഷ്യ ചരിത്രം പരിശോധിച്ചാൽ, ഫോർ എക്സാമ്പിൾ, പിരമിഡ് പണിതത് ക്രിസ്തുവിന് 2000 വർഷം മുമ്പ്. ഏതാണ്ട് BC 2170 പിരമിഡ്സ് പണിയുന്നത്. BC 2170, ഇന്നത്തേക്ക് ഏതാണ്ട് 4000 വർഷങ്ങൾക്ക് മുമ്പാണ്. ഈ പിരമിഡിന്റെ അകത്ത് എന്നാൽ പടം വരച്ചു വെച്ചിരിക്കുന്നുണ്ട്. ആ പടം രസകരമാണ്. എന്താ പടം എന്നറിയാമോ? ഒരു വള്ളത്തിൽ ഒരാള് മരിച്ചുപോയ വ്യക്തിയെ മറുകരയിലേക്ക് എത്തിക്കുകയാണ്. ആ മറുകര സ്വർഗം എന്നുള്ള അവരുടെ കൺസെപ്റ്റിൽ ഈ ഈജിപ്ഷ്യൻസ് അന്ന് വിളിച്ചിരുന്നത് യാരു എന്നാണ്. യാരു, ഒരു ഫെറിമാൻ, ഒരു കടത്തി അവരെ യാരുവിലേക്ക് കൊണ്ടെത്തിക്കുകയാണ്. നിങ്ങൾ ഈജിപ്തിൽ പോയാൽ, ഈജിപ്ഷ്യൻ മ്യൂസിയം സന്ദർശിച്ചാൽ നിങ്ങൾക്കറിയാം, മരണാനന്തര ജീവിതത്തിൽ അവർ വളരെ അധികം പഠനം നടത്തിയ വ്യക്തികളാണ്. അവരുടെ ഹോളി ബുക്കിന്റെ പേര് തന്നെ ബുക്ക് ഓഫ് ദ ഡെഡ് എന്നാണ്. അവരുടെ പിരമിഡുകളൊക്കെ മരണാനന്തര ജീവിതത്തിന് സാക്ഷി പറയുന്നതാണ്. ഞാൻ പറയട്ടെ, ഈ ഈജിപ്ഷ്യൻസ് ഇന്നേക്ക് 4000 വർഷങ്ങൾക്ക് മുമ്പ് അവരുടെ പിരമിഡിന്റെ അകത്ത് വരച്ചു വെച്ചിട്ടുണ്ട് യാരു എന്ന് പറയുന്ന സ്വർഗം. ഞാൻ ആ ഭാഗം പറഞ്ഞ് നിർത്തുകയാണ്. പ്രാക്ടിക്കലി ലോകത്തിലുള്ള ഏതാണ്ട് എല്ലാ മതങ്ങളും ഒരു സ്വർഗമുണ്ടെന്ന് വിശ്വസിക്കുന്നു. ആ സ്വർഗത്തിൽ പോകാൻ വിവിധ മാർഗങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. ആ സ്വർഗത്തെ അവർ കാംക്ഷിക്കുന്നു. അത് മനുഷ്യന്റെ ഉള്ളിലുള്ള ഇൻസ്റ്റിങ്ക്റ്റ് ആണ്. ചരിത്രം നോക്കിയാൽ ഏത് കോണിൽ ജീവിച്ച മനുഷ്യനും അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. ഞാനൊരു ദൃഷ്ടാന്തം കൂടെ പറഞ്ഞങ്ങ് നിർത്തിയേക്കാം. ഞാൻ ഈ ഭാഗം പഠിച്ചപ്പോൾ വായിച്ച ഒരു രസകരമായ ഒരു സംഭവം. ഒരു ബാലൻ ഒരു കടൽ തീരത്ത് നിന്ന് ഒരു പട്ടം പറപ്പിച്ചുകൊണ്ടിരിക്കുക. ആ പട്ടം കളന്ന് ആ പട്ടം കാണാനില്ല. അങ്ങ് പോയി മേഘങ്ങളോളം കിളന്ന് ആ പട്ടം പറക്കുക, അത് കാണാൻ നിവൃത്തിയില്ല. ഈ ബാലന്റെ അടുക്കൽ നിന്ന് ഒരാൾ ചോദിച്ചു, നീ എന്ത് ചെയ്യുകയാ? അവൻ പറഞ്ഞു, ഞാൻ പട്ടം പറപ്പിക്കുക. നിനക്ക് എങ്ങനെ അറിയാം അവിടെ പട്ടമുണ്ടെന്ന്? ഐ നോ മൈ കൈറ്റ് ഈസ് ദർ ബിക്കോസ് ഐ ക്യാൻ ഫീൽ ദ പുൾ. എനിക്ക് എന്റെ കയ്യിലുള്ള ചരടിൽ ആ പട്ടത്തിന്റെ ഒരു ചലനം അറിയാം. അതുകൊണ്ട് എന്റെ പട്ടം മുകളിൽ പറക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. നമുക്ക് എങ്ങനെ അറിയാം ഒരു സ്വർഗമുണ്ടെന്ന്? എവറി ഹ്യൂമൻ ബീങ് they know because there is a pull in their soul. അവരുടെ ആത്മാവിൽ അവിടെ പോകുവാനുള്ള ഒരു പുള്ളുണ്ട്. 2, വേദപുസ്തകം വളരെ വ്യക്തമായി വെളിപ്പെടുത്തുന്നു, സ്വർഗമുണ്ട്. ഈ സ്വർഗത്തിന്റെ സ്വാധീനത ഭൂമി അനുഭവിക്കുന്നുണ്ട്. ഞാൻ അതിന്റെ ഒരു പഠനം നടത്തിയിട്ട് ഞാൻ അവിടേക്ക് മുഴുവൻ പോകുന്നില്ല. പക്ഷെ 1-2 കാര്യം ഓർപ്പിക്കാം. 2 ദിനവൃത്താന്തം 7:14 വളരെ പ്രസിദ്ധമായ വാക്യമാണ്. എന്റെ ജനം
തങ്ങളെ തന്നെ താഴ്ത്തി അവർ ദുർമാർഗം വിട്ടുതിരിഞ്ഞാൽ, അവർ പ്രാർത്ഥിച്ചാൽ, ഞാൻ അവരുടെ പ്രാർത്ഥന സ്വർഗത്തിൽ നിന്ന് കേട്ട് അവർക്ക് സൗഖ്യം കൊടുക്കും. ഈ ഭൂമിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എവിടെയാ പ്രാർത്ഥന കേൾക്കുന്നത്? സ്വർഗത്തിലാണ്. ശലോമോൻ അവന്റെ ദേവാലയത്തിന്റെ ഡെഡിക്കേഷനിൽ, ആ ദേവാലയം പണിത ഡെഡിക്കേഷൻ 1 രാജാക്കന്മാർ 8-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. അവിടെ 8 പ്രാവശ്യം പറയുന്നുണ്ട്, നീ സ്വർഗത്തിൽ, നിന്റെ വാസസ്ഥലമായി സ്വർഗത്തിൽ ഇരുന്ന് കേൾക്കണമേ. നിന്റെ വാസസ്ഥലമായി സ്വർഗത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഇന്ന് നിങ്ങൾ ഇസ്രയേലിൽ കടന്നു ചെന്നാൽ ആ ദേവാലയം നിന്നതിന്റെ ഒരു റീറ്റെയിലിംഗ് വോളാണ് ഈ വിലാപ മതിലിൽ നിങ്ങൾ നോക്കിയാൽ കല്ലുകള്, വലിയ ഭീമമായ കല്ലുകൾ കൊണ്ട് അത് പണിതതാണ്. ഈ കല്ലുകളുടെ ഇടയിൽ മുഴുവൻ പ്രാർത്ഥന ചുരുട്ടി വെച്ചിരിക്കുക. ഞാൻ പേരൊന്നും പറയുന്നില്ല. ഞാൻ ഇസ്രയേലിൽ പോകുമ്പോൾ ഇവിടെ നിന്ന് എനിക്ക് പ്രാർത്ഥന എഴുതി ചുരുട്ടി തന്നേച്ച് പറഞ്ഞു, ആ കല്ലിന്റെ ഇടയിലൊന്ന് വെച്ചേക്കണമെന്ന്. യഹൂദന്മാര് വിശ്വസിക്കുന്നു, ലോകത്തിന്റെ ഏത് കോണിൽ പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥന മുഴുവൻ അവരുടെ ദേവാലയം നിന്ന സ്ഥലത്തിൽ വന്നിട്ട് അവിടുന്നാണ് സ്വർഗത്തിൽ പോകുന്നത്. കാരണം അതാണ് ശലോമോൻ പ്രാർത്ഥിച്ചത്. നിന്നെ അന്വേഷിച്ചു വരുന്ന ഏത് ജാതിയും ഇവിടെ കഴിക്കുന്ന പ്രാർത്ഥന സ്വർഗത്തിൽ നിന്ന് നീ കേൾക്കണം, എന്നിട്ട് ഉത്തരമരളണമെന്ന് പറഞ്ഞു. അപ്പോൾ മാത്രമല്ല, സ്വർഗമുണ്ടെന്ന് നമുക്കറിയാൻ കഴിയുന്നതിന്റെ മറ്റൊരു വലിയ തെളിവ്, നാം പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്നു. That is another proof. നമ്മുടെ മറ്റൊരു തെളിവാണ്. ഞാനത് വിശദീകരിക്കാതെ ആ ഭാഗം അവിടെ വിടുകയാണ്. നോക്കുക, സ്വർഗം ഭൂമിയോട് വളരെ ബന്ധപ്പെട്ടിരിക്കുകയാണ്. നമുക്ക് ദാനിയേലിന്റെ പുസ്തകം എടുക്കാം. ഇന്ന് രാവിലെ ഞാൻ ആ ഭാഗം നോക്കുകയായിരുന്നു, ശ്രദ്ധിക്കുകയായിരുന്നു. വളരെ ശ്രദ്ധേയമായ ഒരു 1-2 വാക്യം. 4-ാം അധ്യായം, ദാനിയേലിന്റെ പുസ്തകം 4-ാം അധ്യായം. നെബൂഖദ്നേസർ രാജാവ് 7 വർഷം കാളയെപ്പോലെ പുല്ല് തിന്ന് ജീവിക്കണം. ആരാ ഇയാള്? ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ രാജാവ്. പക്ഷെ ഒരു കാര്യം പ്രത്യേകം വായിച്ചാട്ടെ, എന്തുകൊണ്ടാണ് ഇയാൾ ഇങ്ങനെ പുല്ല് തിന്നേണ്ടി വന്നത്? 13-ാം വാക്യം നോക്കാട്ടെ. കിടക്കയിൽ വെച്ച് എനിക്കുണ്ടായ ദർശനത്തിൽ ഒരു ദൂതൻ, ഒരു പരിശുദ്ധൻ തന്നെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. മതി 17-ാം വാക്യം ഒന്ന് വായിക്കാം. 17-ാം വാക്യം. അത്യുന്നതനായവൻ മനുഷ്യരുടെ രാജത്വത്തിന്മേൽ വാഴുകയും അതിനെ തനിക്ക് ബോധിച്ചവന് കൊടുക്കുകയും മനുഷ്യരിൽ അധമനായവനെ അതിന്മേൽ വാഴിക്കുകയും ചെയ്യുന്നു എന്ന് ജീവനോടിരിക്കുന്നവർ അറിയേണ്ടതിന് ഈ വിധി ദൂതന്മാരുടെ നിർണയവും കാര്യം വിശുദ്ധന്മാരുടെ കൽപ്പനയുമാകുന്നു. എന്റെ സഹോദരന്മാരെ, ആ വാക്യം നിങ്ങൾ ഇംഗ്ലീഷിലൊന്ന് വായിച്ചു നോക്കിയേ. ഇത് ദൂതന്മാരുടെ വിധിയാണ്. 13-ാം വാക്യം, 17-ാം വാക്യം, 25-ാം വാക്യം. ഒരു ദൂതൻ, ഒരു പരിശുദ്ധൻ. ഇംഗ്ലീഷ് ബൈബിളിൽ നിങ്ങൾ വായിച്ചാൽ ഇറ്റ് ഈസ് ദ ഡിഗ്രി ഓഫ് ദ വാച്ചേഴ്സ്. കണ്ടോ വാക്യം? ഇറ്റ് ഈസ് എ ഡിഗ്രി ഓഫ് വാച്ചേഴ്സ്. മലയാളത്തിൽ ദൂതന്മാർ എന്ന് എഴുതിയത് ആ വാക്യം ഭാഷാ പണ്ഡിതന്മാർ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുകയാണ്. ഇറ്റ് ഈസ് എ ഡിഗ്രി ഓഫ് വാച്ചേഴ്സ്. ആരാ ഇത്? ഭൂമിയെ വാച്ച് ചെയ്യുന്ന ഒരു കൂട്ടരുണ്ട്. നമ്മള് വെളിപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ, ഞാൻ വിശദീകരിക്കാതെ പറഞ്ഞങ്ങ് പോവുകയുള്ളൂ, അവിടെ വായിക്കുമ്പോൾ ജലാധിപതിയായ ദൂതൻ, തീയുടെ മേൽ അധികാരമുള്ള ദൂതൻ, കാറ്റ് പിടിച്ചുകൊണ്ട് 4 ദിക്കിലും നിൽക്കുന്ന ദൂതന്മാർ, സൂര്യന് ചൂട് അധികം കൊടുക്കുന്ന ദൂതന്മാർ, ഇങ്ങനെ ദൂതന്മാരെ വെളിപ്പാട് പുസ്തകത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ആരാണിവര്? ഇവര് നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്ന പോലെ രക്ഷ പ്രാപിപ്പാനുള്ളവരുടെ സേവകാത്മാക്കളാണ്. ഇവിടെ വായിച്ചു, നെബൂഖദ്നേസർ രാജാവ് കാളയെപ്പോലെ 7 വർഷം പുല്ല് നിന്ന് ജീവിപ്പാൻ കൽപ്പിച്ചതാരാണ്? ബൈ ദ ഡിഗ്രി ഓഫ് വാച്ചേഴ്സ്. അവരുടെ കൽപ്പനയാണത്. എന്തിനാ ഇത് ഞാൻ പറഞ്ഞത്? ഞാനിത് പറഞ്ഞത് എന്തിനാണെന്ന് ചോദിച്ചാൽ, സ്വർഗവും ഭൂമിയും തമ്മിൽ വലിയ ബന്ധമാണ്. ഹെവൻ ഓൾവേസ് വാച്ചസ് എർത്ത്. ഇവിടെ ഒരു പാപി രക്ഷിക്കപ്പെടുമ്പോൾ സ്വർഗത്തിൽ സന്തോഷമാണ്. ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിൽ കേൾക്കുകയാണ്. നോക്കുക, സ്വർഗം വീണ്ടും കാലത്തിന്റെ തികവിൽ
വായിക്കാതെ പറയട്ടെ, എഫേസർ 1:10 വായിക്കുമ്പോൾ സ്വർഗത്തിലും ഭൂമിയിലുള്ളതൊക്കെ പിന്നെയും ഒന്നായി തീർക്കുകയാണ് ക്രിസ്തുവിൽ. മറ്റു വിധത്തിൽ പറഞ്ഞാൽ ഒരു ശിരസിന്റെ കീഴിൽ കൊണ്ടുവരികയാണ്. Heaven is always in relation to the earth. ഭൂമിയോടുള്ള ബന്ധത്തിൽ പ്രാർത്ഥന കേൾക്കുകയും നമ്മളെ ശ്രദ്ധിക്കുകയും ഒക്കെ ചെയ്യുന്നു സ്വർഗം എന്നുള്ളത് വേദപുസ്തകം വെളിപ്പെടുത്തിയിട്ടുണ്ട്. 3, സ്വർഗമുണ്ടെന്ന് എങ്ങനെ അറിയാം? ഏറ്റവും വലിയ തെളിവ് ഞാൻ പറയാൻ പോവുകയാണ്. ഏറ്റവും കൂടുതൽ സ്വർഗത്തെ കുറിച്ച് പഠിപ്പിച്ചത് യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവാണ്. കർത്താവ് പറഞ്ഞ വാക്യങ്ങളിൽ ചിലത് മത്തായി 11:19-20 വായിക്കണ്ട. നിങ്ങള് സ്വർഗത്തിൽ നിങ്ങളുടെ നിക്ഷേപ സ്വരൂപിപ്പി. സ്വർഗത്തിൽ lay up your treasures in heaven. മത്തായി 6:9 നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ. തീർന്നില്ല. ലൂക്കോസ് 10:20 നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കാൻ സന്തോഷിപ്പീൻ. തീർന്നില്ല. ലൂക്കോസ് 6:22-21 വാക്യം നിങ്ങളെ കുറിച്ച് ആളുകൾ വിടക്കെന്നെണ്ണുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളെ കുറിച്ച് സകല തിന്മയും കളവായി പറയുമ്പോൾ നിങ്ങൾ ആ നാളിൽ സന്തോഷിച്ച് തുള്ളുവീൻ. കാരണം എന്നാ? സ്വർഗത്തിൽ നിങ്ങളുടെ നിക്ഷേപം, നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. അപ്പൊ സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിപ്പാൻ, സ്വർഗത്തിൽ നമുക്ക് പ്രതിഫലം, സ്വർഗത്തിൽ നമ്മുടെ പേരെഴുതിയിരിക്കുന്നു. ഇങ്ങനെ സ്വർഗത്തെ കുറിച്ച് നമ്മള് ഏറ്റവും കൂടുതൽ വെളിപ്പാട് തന്നത് നമ്മുടെ കർത്താവാണ്. So we are sure there is a heaven, and heaven is a real place. ചിലരൊക്കെ പറയുന്നുണ്ട് സ്വർഗം ഇവിടെയാണ്, നരകവും ഇവിടെയാണ്. നല്ല സഹോദരന്മാരെ, സ്വർഗം ഒരു സ്ഥലമാണ്. സ്വർഗം ഒരു സ്ഥലമാണ്. എന്താ കാരണം? നമ്മുടെ കർത്താവ് പറഞ്ഞത് ഓർമ്മയില്ലേ? വാക്യം വായിക്കേണ്ട. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ ഞാൻ നിങ്ങൾക്കൊരു സ്ഥലം ഒരുക്കാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർക്കും. I go to prepare a place. A place. It is a place. അത് വെറും ഒരു ഹൃദയത്തിന്റെ അനുഭവത്തിലുള്ള ഒരു ചിന്താഗതിയിലുള്ള ഒരു കൺസെപ്റ്റ് അല്ല, ഒരു മനോഭാവത്തിലുള്ള ഒരു ചിന്താഗതിയല്ല സ്വർഗം. സ്വർഗം എന്ന് പറയുന്നത് ഒരു സ്ഥലമാണ്. It is a place. ഞാനൊരു സ്ഥലം ഒരുക്കാൻ പോകുന്നു. കർത്താവ് പറഞ്ഞ വാക്കെന്ന? എൻ്റെ പിതാവിന്റെ ഭവനത്തിൽ. പിതാവിന്റെ ഭവനം എന്താ? പിതാവിന്റെ ഭവനം ഒരു കൺസെപ്റ്റ് ആണോ? അല്ല. ഇറ്റ് ഈസ് എ ലിറ്ററൽ പ്ലേസ്. ഒന്നുകൂടി ഞാൻ ഓർപ്പിക്കട്ടെ, നമ്മുടെ കർത്താവ് എവിടുന്നാ വന്നത് ഇങ്ങോട്ട്? യോഹന്നാൻ 6:38 കർത്താവ് എവിടുന്നാ വന്നത്? വളരെ വ്യക്തമായി തിരുവചനത്തിൽ വായിക്കുന്നു, I came down from heaven. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു. സിസ്റ്ററെ, ഒരു വാക്യം ലൂക്കോസ്, സിസ്റ്ററോ ബ്രദറോ വായിച്ചോ, ലൂക്കോസ് 24:51 വായിച്ചേ. He came down from heaven. അവൻ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലോട്ട് ഇറങ്ങി വന്നു. അവന്റെ മരണ പുനരുത്ഥാന ശേഷം ശിഷ്യന്മാരെ അനുഗ്രഹിച്ചിട്ട് അവരെ വിട്ടുപിരിയുന്നത് ലൂക്കോസ് 24:51 ആ ഭാഗം ഒന്ന് വായിച്ചേ. അവരെ അനുഗ്രഹിക്കുകയിൽ അവൻ അവരെ വിട്ടുപിരിഞ്ഞ് സ്വർഗാരോഹണം ചെയ്ത് അവർ അവനെ നമസ്കരിച്ചു. മഹാസന്തോഷത്തോടെ യെരൂശലേമിലേക്ക് മടങ്ങിച്ചെന്നു. എല്ലായ്പ്പോഴും ദേവാലയത്തിൽ ഇരുന്നു ദൈവത്തെ വാഴ്ത്തിപ്പോന്നു. ആ വാക്യം ഇംഗ്ലീഷിൽ, while he blessed them, he was parted from them and carried up into heaven. Oh, what a wonderful statement. He came down from heaven. യോഹന്നാൻ 6:38 Christ came down from heaven. അവൻ അവരെ അനുഗ്രഹിക്കൽ, he was carried up into heaven. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന കർത്താവ് നമ്മുടെ രക്ഷയുടെ പ്രവൃത്തി ഒരുക്കിയ ശേഷം അവനെ സ്വർഗത്തിലേക്ക് എടുത്തുകൊള്ളപ്പെട്ടു. ഇന്ന് അവൻ എവിടെയാണ്? എബ്രായലേഖനം 8:1 നമ്മൾ വളരെ വ്യക്തമായി വായിക്കുന്ന ഒരു വാക്യമാണ്. ഇന്ന് അവൻ എവിടെയാണ്? എബ്രായർ 8:1 പറയുന്നത്. നമുക്കൊന്ന് വായിച്ചേക്കാം. പറയുന്നതിന്റെ സാരം എന്തെന്നാൽ, സ്വർഗത്തിൽ മഹിമാസനത്തിന്റെ വലതുഭാഗത്ത് ഇരുന്നവനായി വിശുദ്ധ സ്ഥലത്തിന്റെയും മനുഷ്യനല്ല കർത്താവ് സ്ഥാപിച്ച സത്യകൂടാരത്തിന്റെ ശുശ്രൂഷകനായ മഹാപുരോഹിതൻ നമുക്കുണ്ട്. ഇംഗ്ലീഷിൽ വായിച്ചാൽ, seated on the right hand of the throne of majesty in the heavens. സ്വർഗത്തിൽ മഹിമയുടെ വലത്തുഭാഗത്ത് നിന്ന് അവൻ ഇരിക്കുന്നു. അവൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു. അവൻ നമ്മളെ അനുഗ്രഹിക്കാൻ സ്വർഗത്തിലേക്ക് കരേറിപ്പോയി.
ഇന്നവൻ സ്വർഗത്തിൽ മഹിമയുടെ വലത്തുഭാഗത്ത് ആരോഹണം ചെയ്തു. He is seated on the right hand of the throne of majesty in heaven. അപ്പൊ സ്വർഗം എന്ന് പറയുന്നത് ഒരു സ്ഥലമാണ്, വളരെ വ്യക്തമായി. ആ സ്ഥലത്തിൽ കർത്താവ് നമുക്കൊരു സ്ഥലം ഒരുക്കാൻ പോയതാ. I go to prepare a place for you. It is a literal place. പലരും പറയുന്ന പോലെ ഇവിടെ സ്വർഗവും നരകമൊന്നും ഇവിടെ എന്നല്ല. സ്വർഗം എന്ന് പറയുന്നത് ആശ്ചര്യമായ ഒരു സ്ഥലമാണ്. മനുഷ്യന്റെ ഉള്ളിലെ ഇൻറ്റ്യൂഷൻ അങ്ങനെ ഒരു സ്ഥലമുണ്ടെന്ന് നമുക്ക് ബോധ്യമാക്കി തരുന്നു. മാത്രമല്ല, നാം ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന സ്വർഗത്തിൽ കേട്ടിട്ട് അതിന്റെ മറുപടി കിട്ടുന്നു. അത് സ്വർഗമുണ്ടെന്ന് നമ്മളെ മനസ്സിലാക്കുന്നു. സ്വർഗം ദൈവത്തിന്റെ വാസസ്ഥലമാണ്. അവിടെയാണ് നമുക്ക് സ്ഥലമൊരുക്കാൻ പോയത്. മറക്കരുത്, നാം ഈ ആയുസ്സിൽ മാത്രം ആശ വെച്ചാൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരാണ്. ബ്രദേഴ്സ്, നമുക്ക് മറ്റൊരു ലോകമുണ്ട്. ഫിലിപ്പി ലേഖനത്തിലൊക്കെ വായിക്കുന്നുണ്ട്. എടുക്കാതെ പറയട്ടെ, അറിയാവുന്ന വാക്യം, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. അമേരിക്ക ഇരിക്കുന്നവരെ എന്നെ കൂടുതലും ശ്രദ്ധിക്കുന്നേ. അമേരിക്കയിൽ ഇമിഗ്രേഷൻ കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര സന്തോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. നാട്ടിലൊക്കെ സ്വർഗത്തിലെ പൗരത്വം കിട്ടിയതിന്റെ ഒരു അനുഭവമാണ് അവർക്ക് അമേരിക്കയിൽ ഇമിഗ്രേഷൻ കിട്ടിയെന്ന് അറിഞ്ഞാൽ. എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഒരു ലോകത്തിലെ ഏക പ്രൊട്ടസ്റ്റന്റ് രാജ്യമാണ് അമേരിക്ക. അമേരിക്ക ഇസ് ദ ഓൺലി പ്രൊട്ടസ്റ്റന്റ് നേഷൻ ഇൻ ദ വേൾഡ്. അവിടെ അതിൻ്റെതായ ഒരു സ്വാധീനതയുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു ഇന്നും ലോകത്തിലെ ഏറ്റവും കൂടുതൽ ബോൺ അഗൈൻ പീപ്പിൾ ഉള്ളതും അവിടെയാണ്. അതിന്റെ അനുഗ്രഹം അവിടെയുണ്ട്. അതാണ് ആ സ്ഥലം അനുഗ്രഹിക്കപ്പെടുന്നത്. എന്നാൽ എവിടെയാണ് ഈ സ്വർഗം? നമ്മൾ ഓർത്തതുപോലെ, where is this heaven? He came down from heaven, he went up to heaven. അപ്പോൾ ഒരു കാര്യം തീർച്ചയാണ്, സ്വർഗം മുകളിലാണ്. സ്തോത്രം. സ്വർഗം മുകളിലാണ്. എന്നാൽ ഞാനൊരു അല്പം കൂടെ വെളിച്ചം തരാൻ പോവുകയാണ്. ഞാനൊരു പുതിയ ഉപദേശം കൊണ്ടുവരികയാണെന്ന് ചിന്തിക്കരുത്. സ്വർഗം എവിടെയാണെന്ന് ബൈബിളിൽ നമ്മളെ ഓർപ്പിക്കുന്നുണ്ട്. ഞാൻ 2-3 വാക്യം അതിന് ആധാരമായി വായിക്കാം. 75 സങ്കീർത്തനം എടുത്തേ, നാം ആ വിധത്തിൽ അത് ശ്രദ്ധിച്ച് കാണില്ല. വേർ ഈസ് ഹെവൻ? സ്വർഗം എവിടെയാണ്? 75 സങ്കീർത്തനം. അല്പം സ്പീഡിൽ പോകാൻ പോവാ, അല്ലെങ്കിൽ അല്പമെങ്കിലും കാര്യങ്ങൾ ഈ സ്വർഗത്തെ കുറിച്ച് പറഞ്ഞു തീർക്കാൻ നിവൃത്തിയില്ല. 75 അതിന്റെ 6-7 വാക്യം നോക്കാട്ടെ. കിഴക്ക് നിന്നല്ല, പടിഞ്ഞാറ് നിന്നല്ല, തെക്ക് നിന്നുമല്ല ഉയർച്ച വരുന്നത്. ദൈവം ന്യായാധിപതിയാകുന്നു. അവൻ ഒരുത്തനെ താഴ്ത്തുകയും മറ്റൊരുത്തനെ ഉയർത്തുകയും ചെയ്യുന്നു. മതി, ഒരുത്തനെ ദൈവം താഴ്ത്തുന്നു, ഒരുത്തനെ ഉയർത്തുന്നു. ഇവിടെ നോക്കുക, ദൈവാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. എന്താ എഴുതിയിരിക്കുന്നത്? കിഴക്ക് നിന്നല്ല, പടിഞ്ഞാറ് നിന്നല്ല, തെക്ക് നിന്നുമല്ല ഉയർച്ച വരുന്നത്. ഒരുത്തനെ താഴ്ത്തുന്നു, ഒരുത്തനെ ഉയർത്തുന്നു. നിങ്ങളെ അവന്റെ ബലമുള്ള കൈക്കീഴ് താണിരുപ്പീൻ. തിരുവചനത്തിൽ വായിക്കുന്നത് എന്തിനാണ്? അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്താൻ. പക്ഷേ ആ ഉയർച്ച എവിടുന്നാ വരുന്നത്? ഇങ്ങോട്ടൊന്ന് നോക്കിയേ, സൂക്ഷിച്ചു നോക്കിയ വാക്യം. കിഴക്ക്, പടിഞ്ഞാറ്, തെക്ക്. അവിടെ ഒന്നും അല്ല എന്ന് പറയുമ്പോൾ ഇവിടെ വിട്ടുകളഞ്ഞൊരു ദിക്കുണ്ട്. എവിടെ മാത്? ഇവിടെ വിട്ടുകളഞ്ഞൊരു ദിക്കുണ്ട്. എവിടാണത്? വടക്ക് വിട്ടുകളഞ്ഞു. നിങ്ങൾ ശ്രദ്ധിച്ചോ? കിഴക്കുണ്ട്, പടിഞ്ഞാറുണ്ട്, തെക്കുണ്ട്, പക്ഷെ വടക്കില്ല. അപ്പോൾ ഇവിടെ ഈ വാക്യത്തെ ആസ്പദമാക്കി ഉയർച്ച വരുന്നത് എവിടുന്ന? വടക്കുന്നാണ്, നോർത്ത്. ഇനി കുറച്ചുകൂടെ വെളിച്ചം നമുക്ക് കിട്ടും. യെശയ്യാവ് 14 എടുത്താട്ടെ. യെശയ്യാ പ്രവചനം 14-ാം അധ്യായം. നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ സാധിക്കും ആ വാക്യത്തിന്റെ അർത്ഥം. വേർ ഈസ് ഹെവൻ? ഹെവൻ എവിടെയാണ്? നോക്കുക, ഇവിടെ സാത്താനെ കുറിച്ച് പറയുന്ന ഒരു ഭാഗമാണ്. എന്നാൽ അതിൽ നിന്ന് ചില കാര്യങ്ങൾ അടർത്തിയെടുക്കുമ്പോൾ ഇതിന്റെ മറ്റൊരു ആശയം കിട്ടും. 12-ാം വാക്യം നോക്കിയാട്ടെ. 12-ാം വാക്യം. അരുണോദയ പുത്രനായ ശുക്ര, നീ എങ്ങനെ ആകാശത്തു നിന്ന് വീണോ? ജാതികളെ താഴ്ത്തി കളഞ്ഞവനെ, നീ എങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണോ? 13-ാം വാക്യം കൂടെ നോക്കിയാട്ടെ. ഞാൻ സ്വർഗത്തിൽ കയറും, എന്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വയ്ക്കും. ഉത്തരദിക്കിന്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിന്മേൽ ഞാൻ ഇരുന്നരുളും. ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും, ഞാൻ അത്യുന്നതനോട് സമനാകും എന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത്. ഇവിടെ ഒരു വാക്ക് ശ്രദ്ധിച്ചാട്ടെ. ഉത്തരദിക്കിന്റെ അതിർത്തിയിൽ സമാഗമന പർവ്വതത്തിൽ ഞാൻ ഇരുന്നരുളും.
ഉത്തരദിക്ക് എന്ന് പറഞ്ഞ തന്നെ ഇൻടു ദ സൈഡ് ഓഫ് ദ നോർത്ത്. ഇൻടു ദ സൈഡ് ഓഫ് ദ നോർത്ത്. നമ്മൾ സങ്കീർത്തനം 75 കണ്ടില്ലേ? ഉയർച്ച വരുന്നത്, അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തുവാൻ അവന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിക്കാൻ പറഞ്ഞു. അവിടെ എവിടെ നിന്നാ ഉയർച്ച വരുന്നതെന്ന് പറഞ്ഞപ്പോൾ കിഴക്ക് നിന്നല്ല, പടിഞ്ഞാറ് നിന്നല്ല, തെക്ക് നിന്നല്ല. അപ്പോൾ അവിടെ ഒരു കാര്യം വെളിപ്പെട്ടു, ഇത് വടക്ക് നിന്നാണ് വരുന്നത്. ലൂസിഫർ പറഞ്ഞ വാക്ക് നോക്കിക്കാട്ടെ, ഞാന് ദൈവത്തിന്റെ നക്ഷത്രമുണ്ടല്ലോ ഉത്തരദിക്കിലുള്ള into the sides of the north, I will ascend into heaven, I will exalt my throne above the stars of God. അവൻ പ്രവേശിക്കും എന്ന് പറഞ്ഞ എവിടോട്ടാ? On the side of the north. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ഓർപ്പിക്കട്ടെ, 3 സ്വർഗമുണ്ട്. നമ്മൾ പലർക്കും വലിയ സംശയമായി എന്താ പൗലോസ് പറയുന്നുണ്ട് 2 കൊരിന്ത്യർ 12 2-ാം വാക്യം 4-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഞാൻ 3-ാം സ്വർഗത്തോളം എടുത്തോളപ്പെട്ടു. വളരെ സിമ്പിളാ. ഹെവൻ എന്ന് പറയുമ്പോൾ 1-ാമത്തെ സ്വർഗമാണ് കിളികളൊക്കെ പറക്കുന്ന സ്വർഗം. 1-ാമത്തെ സ്വർഗം കിളികൾ പറക്കുന്ന സ്വർഗമാണ്. അതാണ് ആകാശം കൊടുമുഴക്കത്തോടെ ഹെവന് വിൽ പാസ് അവേ വിത്ത് എ ഗ്രേറ്റ് വോയിസ്. 2, ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കും. ദ ഹെവൻസ് ഡിക്ലെയർ ദ ഗ്ലോറി ഓഫ് ഗോഡ്. നക്ഷത്രങ്ങൾ തിളങ്ങുന്ന സ്ഥലമാണ് സെക്കൻഡ് ഹെവൻ. 3-ാമത്തെ സ്വർഗമോ അതിന്റെ മീതെ ഒരു സ്ഥലമുണ്ട്, നക്ഷത്രങ്ങൾക്ക് മീതെയുള്ള സ്ഥലം. അതൊന്നും മനുഷ്യന്റെ മനസ്സിൽ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. അതിന്റെ കാരണം ഞാൻ അല്പം കഴിയുമ്പം പറയാം. എന്നാൽ അതിന്റെ മുകളിലാണ് ദൈവത്തിന്റെ നക്ഷത്രം. ഇവിടെ വായിച്ചതുപോലെ സൈഡ്സ് ഓഫ് ദ നോർത്തിൽ ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീതെ ഞാൻ കയറുമെന്ന് സാത്താൻ പറഞ്ഞു. ഇനി മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. ശാസ്ത്രലോകത്തെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് 48-ാം സങ്കീർത്തനത്തിന്റെ 2-ാം വാക്യം കൂടെ ഒന്ന് വായിച്ചേ. 48-ാം സങ്കീർത്തനത്തിന്റെ 2-ാം വാക്യം. മഹാരാജാവിന്റെ നഗരമായി ഉത്തരഗിരിയായ സിയോൻ പർവ്വതം ഉയരം കൊണ്ട് മനോഹരവും സർവ്വഭൂമിയുടെയും ആനന്ദവുമാകുന്നു. യെസ്, ഉത്തരദിക്ക്, സിയോൻ പർവ്വതം ഉത്തരദിക്ക്. ഇംഗ്ലീഷിൽ വായിച്ചാൽ മൗണ്ട് സയോൺ ഓൺ ദ സൈഡ് ഓഫ് ദ നോർത്ത്. ഉത്തരദിക്കായ സിയോൻ പർവ്വതം. ഇനിയും ശാസ്ത്രം പറയുന്ന ഒരു കാര്യം കൂടെ ഞാനൊന്ന് പറഞ്ഞോട്ടെ. ലോകം ഭൂമി ഒരു ഗോളമാണ്. ഇതിന്റെ നോർത്ത് പാർട്ട് എന്ന് പറഞ്ഞാൽ മുകളിലാണ്. ഭൂമി ഒരു ഗോളമാണ്. ഈ ഭൂമിയുടെ നോർത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ മുകളിലാണ് നോർത്ത്. ഇനിയും ഈ മുകളിലുള്ള ഭാഗത്തിന്റെ മുകളിൽ ഒരു നക്ഷത്രമുണ്ട്. ആ നക്ഷത്രത്തിന്റെ പേരാണ് നോർത്ത് സ്റ്റാർ. ആ സ്ഥലത്തിന് പറയുന്ന പേരാണ് നോർത്ത് പോൾ. നോർത്ത് സ്റ്റാർ. നോർത്ത് സ്റ്റാറിന് പല പേരുകളുണ്ട്. പോളാറിസ് എന്നൊക്കെ പറയുന്നത് ഈ നോർത്ത് സ്റ്റാർ ആണ്. ഇനിയും ഒരു അത്ഭുതം എന്താന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾ വായിച്ചു നോക്കുക, നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും. ഈ അവിടെയുള്ള നോർത്ത് സ്റ്റാർ ഉണ്ടല്ലോ, ആ സ്റ്റാറിനെ ഒരു ക്യാമറ വെച്ച് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും നമ്മൾ ജീവിക്കുന്ന ഭൂമിയും നമ്മുടെ സൗരയൂഥവും എന്ന് പറഞ്ഞാൽ ഈ ഗോളങ്ങളെല്ലാം കൂടെ ഉണ്ടല്ലോ, ഈ ഉത്തര ദിക്കിലുള്ള ഈ നക്ഷത്രത്തെ മാത്രം നോക്കിക്കൊണ്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. ഈ നോർത്ത് സ്റ്റാർ മാറുന്നില്ല, പക്ഷേ സകല ഗോളങ്ങളും ഈ നോർത്ത് സ്റ്റാറിനെ ബേസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക പ്രപഞ്ചത്തിൽ. അതെന്താ അങ്ങനെ? ആർക്കും അറിയത്തില്ല. ഒരു കാര്യം തിരുവചനത്തിൽ വെളിപ്പെടുത്തി, ആ ഉത്തര ദിക്കിലാണ് സ്വർഗം. ഒരുപക്ഷെ ആ സ്വർഗത്തെ നോക്കിക്കൊണ്ട് ഈ ഭൂമിയും പ്രപഞ്ചവും എല്ലാം കൂടെ കറങ്ങുകയാണോ എനിക്കറിയത്തില്ല, പക്ഷേ കറങ്ങുന്നു എന്നുള്ളത് ശാസ്ത്രം തെളിയിച്ചിരിക്കുകയാണ്. ഇതൊന്നും മനസ്സിലാക്കാൻ നമുക്ക് നിവൃത്തിയില്ല. മനുഷ്യന് കണ്ടുപിടിച്ചു, ഏറ്റവും ദൂരെയുള്ള നക്ഷത്രം കണ്ടുപിടിച്ചു. ഞാനത് ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചു. അപ്പോൾ ഈ നക്ഷത്രത്തിന്റെ ദൂരം അളക്കുന്നത് കിലോമീറ്റർ എന്നും മൈലെന്നും പറഞ്ഞല്ല, അതുകൊണ്ട് അളക്കാൻ ഒക്കെയല്ല. അവരളക്കുന്നത് ലൈറ്റ് ഇയേഴ്സ് അവേ, പ്രകാശവർഷം ദൂരം എന്നൊക്കെയാ പറയുന്നത്. ടെലിസ്കോപ്പ് കൊണ്ട് കണ്ടുപിടിച്ചു ഒരു നക്ഷത്രം. ആ നക്ഷത്രത്തിൽ ചെല്ലണമെങ്കിൽ ഇനിയും പറയുന്നത് നമ്മുടെ ബുദ്ധിക്ക് ഒതുങ്ങത്തില്ല. പ്രകാശം 1,86,000 മൈല് പെർ സെക്കൻഡിൽ ട്രാവൽ ചെയ്യും.
1,86,000 മൈല് പെർ സെക്കൻഡ്. ഒരു സെക്കൻഡ് കൊണ്ട് 1,86,000 മൈല് പോകും പ്രകാശം. ആ സ്പീഡിൽ 500 മില്യൺ ഇയേഴ്സ്, 500 ദശലക്ഷം വർഷം ആ സ്പീഡിൽ ട്രാവൽ ചെയ്താൽ മനുഷ്യൻ ടെലിസ്കോപ്പ് കൊണ്ട് കണ്ടുപിടിച്ച് ഏറ്റവും അറ്റത്തുള്ള നക്ഷത്രത്തിൽ ചെല്ലും. അപ്പൊ സ്വർഗമൊക്കെ എവിടെയാണ് എന്ന് മനുഷ്യൻ എങ്ങനെയാ കാണുന്നത്? അതായിരിക്കണം സൈമ സാറ് പാടി മേലിലുള്ള യെരുശലേമിനെ കുറിച്ച് പാടിയപ്പോൾ 1000 കോടി വാനഗോളങ്ങളെ താണ്ടി, 1000 വാനഗോളങ്ങളെ താണ്ടി. കാരണം ഇത് 500 ദശലക്ഷം ലൈറ്റ് ഇയേഴ്സ്, പ്രകാശവർഷത്തിന് അപ്പുറത്തുള്ള നക്ഷത്രം മനുഷ്യൻ ടെലിസ്കോപ്പ് കൊണ്ട് കണ്ടുപിടിച്ചു. ഇത് ഞാനിത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു ഓർമ്മ വന്നു. എൻ്റെ ബാല്യകാലത്തിൽ സ്പേസിൽ റഷ്യക്കാർ പോയി. റഷ്യക്കാർ നിരീശ്വരന്മാരല്ലോ. അന്ന് പോയ ആസ്ട്രോനോട്ട് എന്ന് പറയുന്ന യൂറി ഗഗാറിൻ എന്ന് പറയുന്ന ആളാണ്. യൂറി ഗഗാറിൻ അയാൾ ആദ്യമായിട്ട് സ്പേസിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ പത്രത്തിലൊക്കെ വലിയ വാർത്തയാണ്. ഞാനൊരു ബാലനാണ്, പക്ഷെ അന്നത്തെ വാർത്ത മനസ്സിൽ മായാതെ നിപ്പുണ്ട്. ഈ യൂറി ഗഗാറിൻ പറഞ്ഞു, റഷ്യൻ ആസ്ട്രോനോട്ട് പറഞ്ഞു, ഞാൻ അവിടെ ചെന്ന് അവിടെ എല്ലാം നോക്കി ദൈവത്തെ കണ്ടില്ല. എന്നാലോചിച്ച് നോക്കി, ഒരു പുഴു കുഴിന്ന് മുകളിലോട്ട് കയറി വന്നേച്ച് പറയുന്ന പോലെ ഈ സ്പേസിന്റെ ഏതാണ്ട് ഒരു ഇച്ചിരി അങ്ങോട്ട് ചെന്നേച്ച് പറയാ, ഞാൻ അവിടെ എല്ലാം നോക്കിയിട്ട് ദൈവത്തെ കണ്ടില്ലെന്ന് യൂറി ഗഗാറിൻ പറഞ്ഞത്. വലിയ വാർത്തയായിരുന്നു. എന്റെ സഹോദരന്മാരെ 500 ലൈറ്റ് ഇയേഴ്സിന്റെ അപ്പുറത്തുള്ള നക്ഷത്രമാണ് മനുഷ്യൻ കണ്ടുപിടിച്ചത്. അവിടെയുള്ള നക്ഷത്രം ദൈവത്തിന്റെ വാസസ്ഥലം, സ്വർഗം. ആർക്കറിയാം ഇതിന്റെ ദൂരമൊക്കെ? പക്ഷെ ഒരു കാര്യം നമുക്കറിയാം, ഹെവൻ ഈസ് എ ലിറ്റിൽ പ്ലേസ്. അത് ആക്ഷരികമായ ഒരു സ്ഥലമാണ്. അവിടെ നമ്മുടെ കർത്താവ് അവിടെ നിന്ന് ഇറങ്ങി വന്നു. നമ്മുടെ കർത്താവ് അവിടേക്ക് കരേറിപ്പോയി. നമ്മുടെ കർത്താവ് സ്വർഗത്തിൽ ആ പിതാവിന്റെ മഹത്വപൂർണനായ പിതാവിന്റെ വലത്തുഭാഗത്ത് ആരോഹണം ചെയ്തിരിക്കുകയാണ്. ഇനിയും മറ്റൊരു കാര്യം ഞാൻ ഓർപ്പിക്കുകയാണ്. ഈ സ്വർഗം എങ്ങനെയുള്ള ഒരു സ്ഥലമാണ്? ഞാനൊരു പഠനം നടത്തി. സ്വർഗം എങ്ങനെയുള്ള സ്ഥലമാണ്? ഞാൻ ആദ്യം ഒരു വാക്യം എടുക്കാം. സിസ്റ്റർ മലയാളത്തിൽ വായിച്ചു, പക്ഷെ ഞാൻ ഇംഗ്ലീഷിൽ വായിക്കാം. അത് മലയാള ഭാഷയിൽ അവിടെ വിട്ടുപോയി. നമുക്ക് വെളിച്ചം തരുന്നൊരു ഭാഗമാണ്. ആവർത്തന പുസ്തകം 11-ാം അധ്യായം. ഞാൻ ഈ വാക്യമെടുത്ത് ഒരുപാട് വിവാഹങ്ങൾ ഞാൻ നടത്തിയിട്ടുണ്ട്. വിവാഹ വേളകളിൽ ഈ വാക്യമെടുത്ത് ഞാൻ കോട്ട് ചെയ്ത് വിവാഹിതരായി തീരുന്നവരോട് ഞാൻ പറഞ്ഞിട്ടുമുണ്ട്, ഇന്നും പറയാറുണ്ട്. നോക്കുക, ദൈവം പറയുകയാണ്, ഇസ്രായേലിനോട് പറയുകയാണ്, നിങ്ങൾ എന്നെ അനുസരിക്കുകയാണോ? ആവർത്തനം 11-ന്റെ 13-ാം വാക്യം ഇല്ലേ? ഇംഗ്ലീഷിലൊന്ന് മലയാളത്തിലൊന്ന് വായിച്ച, നിങ്ങൾ എന്നെ നിങ്ങളുടെ ദൈവമായ യഹോവേ നിങ്ങൾ സ്നേഹിക്കുകയും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ അവനെ സേവിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ ഇന്ന് നിങ്ങളോട് കൽപ്പിക്കുന്ന എന്റെ കൽപ്പനകൾ ജാഗ്രതയോടെ അനുസരിച്ചാൽ മതി. ഇഫ് യു ഏർണസ്റ്റ്ലി ഒബേ മീ, എന്റെ കൽപ്പന നിങ്ങൾ ആത്മാർത്ഥമായി അനുസരിക്കുകയാണെങ്കിൽ ദൈവം താഴോട്ട് അനുഗ്രഹം പറയുകയാണ്. 21-ാം വാക്യം മലയാളത്തിൽ, നിന്റെ വീടിന്റെ കട്ടിലിന്മേലും പടിവാതിലിന്മേലും എഴുതേണം. അവിടെ നീയും നിന്റെ മക്കളും എന്നുള്ളൊരു പ്രയോഗമുണ്ട്. അത് മലയാളത്തിൽ ഒരു കോംപ്ലിക്കേറ്റഡ് ട്രാൻസ്ലേഷൻ ആയിട്ട് ഞാനത് പ്രയാസം ഉണ്ടാക്കാതെ ഇംഗ്ലീഷിൽ അങ്ങ് വായിക്കാം. ഇംഗ്ലീഷ് ബൈബിളിലെ 21-ാം വാക്യം ഇംഗ്ലീഷിൽ 21-ാം വാക്യം ഞാൻ വായിക്കാം. ദൈവത്തെ അനുസരിച്ചാൽ ഇസ്രായേലിനോട് പറയാ, that your days and the days of your children may be multiplied in the land of which the Lord swore to your fathers to give them, like the days of heaven above the earth. ആ വാക്ക് കണ്ടോ? മലയാളത്തിൽ ആ വാക്ക് വിട്ടുപോയി. നിങ്ങൾ എന്നെ അനുസരിക്കുകയാണോ? അനുസരിച്ചാൽ നിങ്ങളും നിങ്ങളുടെ കുഞ്ഞുങ്ങളും ജീവിക്കുന്ന പ്രതലമുണ്ടല്ലോ, ഐ വിൽ മേക്ക് ഇറ്റ് ആസ് ദ ഡേയ്സ് ഓഫ് ഹെവൻ വിച്ച് ഈസ് അബവ് ദ എർത്ത്. ഭൂമിക്ക് മീതെയുള്ള സ്വർഗം പോലെ നിന്റെ കുടുംബം ഞാൻ ആക്കി തീർക്കാം. ഓ ബ്രദേഴ്സ്, ഭൂമിയിലൊരു സ്വർഗം ദൈവം വാഗ്ദത്തം ചെയ്യുകയാണ്. എന്നെ അനുസരിക്കാമോ? എന്നെ അനുസരിച്ചാൽ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളും കൂടെ
ജീവിക്കുന്ന സ്ഥലമുണ്ടല്ലോ, I will make it as heaven which is above the earth. അപ്പോൾ ഒരു കാര്യം ഒന്ന് ഓർത്താട്ടെ, heaven is a beautiful place, heaven is a joyful place, heaven is a peaceful place. I will make it as heaven which is above. ഭൂമിക്ക് മീതെയുള്ള സ്വർഗം പോലെ ഞാൻ നിന്റെ വീടാക്കി തരാം നീ എന്നെ അനുസരിച്ചാൽ. FB മേയർ, ക്രിസ്ത്യ കോളത്തിലെ വലിയ എഴുത്തുകാരൻ, അദ്ദേഹത്തോട് ചോദിച്ചു, വാട്ട് ഈസ് എ കൺസെപ്റ്റ് ഓഫ് ഹെവൻ? നിനക്ക് സ്വർഗം എന്ന് പറഞ്ഞാൽ എന്താണ്, സ്വർഗം എങ്ങനെയായിരിക്കുന്നെന്നാ നിന്റെ മനോമുകുരത്തിൽ എന്ന് ചോദിച്ചപ്പോൾ FB മേയർ പെട്ടെന്ന് പറഞ്ഞ മറുപടി, മൈ കൺസെപ്റ്റ് ഓഫ് ഹെവൻ ഈസ് എ ഹാപ്പി ഫാമിലി ലൈഫ്. ആമേൻ. സ്തോത്രം. എങ്ങനെയാണ് സ്വർഗം? സ്വർഗം ഒരു കുടുംബമാണ് പ്രിയപ്പെട്ടവരെ. എന്റെ പിതാവിന്റെ ഭവനം, എന്റെ പിതാവിന്റെ ഭവനം. ഞാൻ നിങ്ങൾ ആരാണ്? അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവ മക്കളാകുവാൻ അധികാരം കിട്ടി. മക്കളും അപ്പനും. ഇംഗ്ലീഷ് ഭാഷയിൽ ഒരു സർവേ നടത്തി. ഏതാണ് ഏറ്റവും നല്ല ഇംഗ്ലീഷ് വേർഡ്? എന്താണെന്നറിയാമോ? അതിന് കിട്ടിയ മറുപടി ഹോം. നമ്മൾ പറയും സ്വീറ്റ് ഹോം. നമ്മൾ കേട്ടിട്ടില്ലേ ഹോം സിക്ക് എന്നൊക്കെ? വീട്ടിൽ പോകാനുള്ള സിക്ക്. എനിക്കത് പറയുമ്പോൾ എനിക്കറിയാം, എൻ്റെ ജീവിതത്തിൽ ഏറിയ പങ്കും സ്കൂളിൽ പഠിക്കുന്നത് ബോർഡിങ്ങിലായിരുന്നു. എൻ്റെ അപ്പൻ എന്നെ 4ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ബോർഡിങ്ങിൽ കൊണ്ടിട്ടു. ഞാനൊരു ബോർഡിങ് പ്രോഡക്റ്റാണ് മെയിൻലി. മൂലക്കൊക്കെ പോയിരുന്ന് കരയുമായിരുന്നു വീട്ടിൽ പോകാൻ. 4 വയസ്സ് 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യൻ. വീടെന്ന് പറഞ്ഞാൽ അങ്ങ് അതുപോലെ അങ്ങ് സങ്കടമാ വീട്ടിൽ പോകാൻ. ഒരവധിക്ക് വീട്ടിൽ പോകാന്ന് പറഞ്ഞാൽ ഏതാണ്ട് ലിറ്ററലി സ്വർഗത്തിൽ പോകുന്നതല്ല. അതിന്റെ പേരാ ഹോം സിക്ക്. ഹോം സിക്ക്. ആ വീട്ടിൽ എന്തുകൊണ്ടാണ് എവിടെ പോയാലും, ഞാൻ ഒരു കാര്യം പറയാം, ഞാൻ ലോകത്തിന്റെ പല കോണിൽ ശുശ്രൂഷയ്ക്ക് വന്നിട്ടുണ്ട്. പക്ഷേ അമേരിക്ക വന്നാലും, എല്ലാ ലക്ഷറീസുമുള്ള അമേരിക്ക വന്നാലും, ഇംഗ്ലണ്ടിൽ പോയാലും, ഓസ്ട്രേലിയ പോയാലും, മലേഷ്യ പോയാലും, എവിടെ പോയാലും എന്റെ മനസ്സിന്റെ അകത്തൊരാഗ്രഹമുണ്ട്, എന്റെ വീട്ടിൽ എനിക്ക് എളുപ്പം ചെല്ലണം. സത്യം, നേരായിട്ടുള്ള കാര്യമാണ്. എനിക്ക് എന്റെ വീട്ടിൽ നേരത്തെ ചെല്ലണം. എന്താ കാരണം? എന്റെ വീടെന്ന് പറയുമ്പോൾ എന്നെ അംഗീകരിക്കുന്ന ഒരു സ്ഥലം, ഞാൻ സ്നേഹം അനുഭവിക്കുന്ന ഒരു സ്ഥലം, അസൂയയും ഹേറ്റഡ്നെസ്സും അനിമോസിറ്റിയും ഒന്നുമില്ലാത്തൊരു സ്ഥലം. നോക്കുക, സ്വർഗത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഒരു സ്ഥലമാണെന്ന്. ദൈവം പറഞ്ഞതാണ്, എന്നെ അനുസരിച്ചാൽ ഞാൻ നിങ്ങളുടെ ഭവനം സ്വർഗം പോലെ ആക്കി തീർക്കാം. ഹെവൻ ഒരു വീടാണ്. പിന്നീട് ഈ ഭാഗം ഞാൻ ഓടിച്ചു പറയട്ടെ. സ്വർഗം എങ്ങനെ ഇരിക്കുമെന്ന് ബൈബിളിൽ വെളിപ്പെടുത്തി. പക്ഷേ ദൈവം എങ്ങനെ നമുക്ക് മനസ്സിലാക്കി തന്നേന്നറിയാമോ? 7 പറയുന്നത് ദൈവത്തിന്റെ പൂർണ്ണസംഖ്യയാണ്. 7 നെഗറ്റീവ് പറഞ്ഞു. സ്വർഗം എങ്ങനെയാണെന്ന് നെഗറ്റീവ് പറഞ്ഞു. നിങ്ങള് അല്പം പ്രായമുള്ളവർക്കറിയാം, പണ്ട് ക്യാമറ ഉപയോഗിക്കുമ്പോൾ ആദ്യം എടുക്കുന്നത് നെഗറ്റീവാണ്. നെഗറ്റീവ് എടുക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ അതിന്റെ പോസിറ്റീവ് പ്രിന്റ് എടുക്കാൻ. നമ്മുടെ കയ്യിലൊക്കെ അത്രയും നെഗറ്റീവ് ഫോട്ടോസ് ഉണ്ടായിരുന്നു. നമ്മൾ ഫിലിമിൽ കൂടെ വെക്കുന്നു, അത് വെച്ചിട്ടാണ് പ്രിന്റ് എടുക്കുന്നത്, നെഗറ്റീവ് ഫിലിം എടുത്ത്. എന്ന് പറഞ്ഞ പോലെ 7 നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. അത് 7 പ്രസംഗമാണ്. പക്ഷെങ്കിൽ അതിൽ നിന്ന് സ്വർഗം എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കി തരികയാണ്. God is using this negative statement in order to know the positive aspect of heaven. ഞാനിത് വായിക്കുകയും താനിക്കുകയും ചെയ്തപ്പോൾ ഓർത്തു, ഇങ്ങനെ ഒരു സ്ഥലമുണ്ടെങ്കിൽ അത് സ്വർഗമാണ്. എങ്ങനെയാണ്? വെളിപ്പാട് പുസ്തകം ഒന്ന് എടുത്താട്ടെ. വിശദീകരിക്കാതെ ഓരോ സെന്റൻസിൽ ഞാൻ പറഞ്ഞുവിടാം. Revelation chapter 21 verses 1. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞു പോയി, സമുദ്രവും ഇനിയില്ല. ഇല്ല എന്ന പദം അവിടെ ഇല്ലാത്തത് 7 കൂട്ടം കാര്യമാണ്. ഒന്ന്, സമുദ്രമില്ല. പുതിയ യെരൂശലേം എന്ന സമുദ്രമില്ല. അതെന്താ അങ്ങനെ പറയാൻ കാരണം? നിങ്ങൾ വേദപുസ്തകം പഠിക്കുമ്പോൾ സമുദ്രം
പല കാര്യങ്ങളെ നമ്മളെ മനസ്സിലാക്കി തരുന്നുണ്ട്. ഉദാഹരണമായിട്ട് വായിക്കാതെ പറയട്ടെ, യെശയ്യാ 17:12 എടുത്താൽ ദുഷ്ടന്മാർ കലങ്ങിമറിയുന്ന കടൽ പോലെയാണ്. കർത്താവ് കാലത്തിന്റെ അന്ത്യത്തെ കുറിച്ച് പറഞ്ഞു. ലൂക്കോസ് 21:25 കടലിന്റെയും ഓളത്തിന്റെയും മുഴക്കം നിമിത്തം, കടലിന്റെയും കടലിന്റെയും ഓളം നിമിത്തം. നോക്കുക, ട്രബിൾസം സീ, അത് നീ കണ്ട വെള്ളം. വെളിപ്പാട് 17:15 വായിക്കും. നീ കണ്ട വെള്ളം ഭാഷകളും വംശങ്ങളും പുരുഷാരങ്ങളുമാണ്. ജനസമുദ്രം ഇളകിമറിയുന്നതാണ് അത് കാണിക്കുന്നത്. നമ്മുടെ കർത്താവ് ശിഷ്യന്മാരുടെ അടുക്കൽ വരുന്നു. സമുദ്രത്തിൽ ശിഷ്യന്മാരുടെ അടുക്കൽ 2 പ്രാവശ്യം നമ്മൾ കാണുന്നു. ഈ 2 പ്രാവശ്യം നമ്മൾ ശ്രദ്ധിച്ചാൽ, വായിക്കാതെ പറയട്ടെ, 1 മത്തായി 14:22-23 അവിടെ നമ്മൾ വായിക്കുന്നു. കർത്താവ് അവിടെ വായിക്കുന്നു, ശിഷ്യന്മാരെ അക്കരയ്ക്ക് പറഞ്ഞയച്ചു. അവൻ മലയിൽ പ്രാർത്ഥിക്കുകയാണ്. ആ കടൽ ഇളകി മറിഞ്ഞു. കർത്താവ് ശിഷ്യന്മാരുടെ അടുക്ക വന്നു, കടലിനെയും കാറ്റിനെയും ശാന്തമാക്കി. മറ്റൊരു സന്ദർഭത്തിൽ മർക്കോസ് 4:35 അവൻ വള്ളത്തിലുണ്ട്. അവൻ പക്ഷേ അവിടെ തലവേണ വെച്ച് ഉറങ്ങുകയാണ്. ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ആകുലപ്പെടുന്നത്? ഇത് രണ്ടിനും 2 ആശയമുണ്ട്. ഒന്ന്, ഇന്ന് കർത്താവ് നമ്മുടെ മനസ്സിന് ശാന്തത തരുമ്പോൾ ഒരിക്കൽ ആണിപ്പൊഴുതുള്ള കരങ്ങൾ കൊണ്ട് ഇളകിമറിഞ്ഞ ഈ ഭൂമിക്ക് ശാന്തതയുണ്ടാക്കും. 2, അതിന്റെ 21-4 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, അവർ അവരുടെ കണ്ണിൽ നിന്ന് ഇനി മരണം ഉണ്ടാകത്തില്ല. ഇനി മരണം ഉണ്ടാകത്തില്ല. ഇനി മരണം ഉണ്ടാകത്തില്ല. 4 വാക്യത്തിൽ വീണ്ടും വായിക്കുന്നു, കണ്ണുനീര് എല്ലാം തുടച്ചു കളയും. നോ മോർ ക്രൈങ്, നോ മോർ സോറോ. 22:3 ഇനി ശാപമുണ്ടാകത്തില്ല. 22:5 ഇനി രാത്രി ഉണ്ടാകത്തില്ല. 21:4 ഇനി മരണം ഉണ്ടാകത്തില്ല. 7 കൂട്ടം കാര്യം അവിടെ വായിക്കുന്നു. സമുദ്രമില്ല, ദുഃഖമില്ല, കണ്ണുനീരില്ല, കഷ്ടതയില്ല, ശാപമില്ല, രാത്രിയില്ല, മരണമില്ല. എന്റെ സഹോദരന്മാരെ, ഇത്രയും കാര്യങ്ങൾ ഇല്ലാത്തൊരു സ്ഥലം ഇമാജിൻ ചെയ്തേ. ഈ ലോകത്തിൽ കണ്ണുനീര് നിറഞ്ഞു നിൽക്കുകയാണ്, ദുഃഖം തളം കെട്ടി നിൽക്കുകയാണ്, മരണം നിറഞ്ഞു നിൽക്കുകയാണ്. എന്നാൽ ഇതൊന്നുമില്ലാത്തൊരു സ്ഥലം ഓർത്തേ, ആ സ്ഥലമാണ് സ്വർഗം. ആ സ്ഥലമാണ് സ്വർഗം. ഇനിയും സാധാരണ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഞാൻ ഇനിയുള്ള മിനിറ്റുകൾ അതുകൂടെ ഒന്ന് എടുക്കാനായിട്ടുണ്ട്. എന്നോട് ഒത്തിരി പേര് ഈ അടുത്ത സമയത്തൊക്കെ ചോദിച്ചു, ബ്രദറെ, സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവരെയൊക്കെ തിരിച്ചറിയാൻ കഴിയുമോ? എൻ്റെ മാതാവിനെ മാതാവായിട്ടും എൻ്റെ കുഞ്ഞുങ്ങളെ എൻ്റെ കുഞ്ഞുങ്ങളായിട്ടും എൻ്റെ ഭാര്യയെ എൻ്റെ ഭാര്യയായിട്ടും എനിക്ക് തിരിച്ചറിയാൻ കഴിയുമോ? ബ്രദേഴ്സ്, തിരിച്ചറിയാം. We will know them, we will recognize them. ഞാൻ അനേക തെളിവുകളിൽ ചിലത് മാത്രം പറയട്ടെ. മറുരൂപമലയിൽ മോശയും ഏലിയാവും പ്രത്യക്ഷപ്പെടുന്നു. പത്രോസിനും യാക്കോബിനും യോഹന്നാനും പ്രത്യക്ഷപ്പെട്ടു. മത്തായിയുടെ സുവിശേഷം 17 ആദ്യത്തെ 8 വാക്യങ്ങളിൽ അത് വായിക്കുന്നു. മൗണ്ട് ഓഫ് ട്രാൻസ്ഫിഗറേഷൻ. ഞാൻ ചോദിച്ചോട്ടെ, ഈ പത്രോസിനോടും യോഹന്നാനോടും യാക്കോബിനോടും പറഞ്ഞു ഇതാണ് മോശ, ഇതാണ് ഏലിയാവെന്ന് പറഞ്ഞോ? ഇല്ല. നിങ്ങളൊന്ന് ചരിത്രമോർത്തെ, ആ സംഭവം നടക്കുമ്പോൾ 1500 വർഷം മുമ്പ് മോശ മരിച്ചു. 900 വർഷം മുമ്പ് ഏലിയാവ് ജീവിച്ചിരുന്നു. 900 years back and 1500 years back മോസസ് മരിച്ചു. ഇവര് കണ്ടിട്ടില്ല മോസസിനെ, ഇവർ ഏലിയാവിനെ കണ്ടിട്ടില്ല. ഇത് ഏലിയാവാണെന്നും മോശയാണെന്നും ആരും പറഞ്ഞില്ല. ആ മറുരൂപ മലയിൽ അവർ തിരിച്ചറിഞ്ഞു ഇത് മോശയും ഏലിയാവാണ്. കർത്താവേ, ഞങ്ങൾ 3 കുടിലുണ്ടാക്കാം, 1 നിനക്ക്, 1 മോശയ്ക്ക്, 1 ഏലിയാവ്. സൗന്മാരെ, സ്വർഗം പ്ലസ് ആയിരിക്കും, മൈനസ് അല്ല. നിങ്ങൾ ഈ ഭൂമിയിൽ തിരിച്ചറിയുന്നു, സ്വർഗത്തിൽ നിങ്ങൾ തിരിച്ചറിയാതെ പോവുകയല്ല. പാതാളത്തിൽ കിടന്നുകൊണ്ട് അബ്രഹാമിനെ തിരിച്ചറിഞ്ഞു,
പാതാളത്തിൽ കിടന്നുകൊണ്ട് ലാസറിനെ തിരിച്ചറിഞ്ഞു ധനവാൻ. 1 തെസ്സലോനിക്കർ 2:19-20 വാക്യം. അവിടെ പൗലോസ് തെസ്സലോനിക്ക സഭയുടെ അമ്മയും അപ്പനുമാണ്. വാക്യം ഞാൻ എടുക്കാതെ പറയട്ടെ. പൗലോസ് അവരുടെ അടുക്കൽ ചെല്ലാൻ ശ്രമിച്ചപ്പോൾ സാത്താൻ അവരെ ഒരുപാട് തടസ്സപ്പെടുത്തി. പൗലോസ് അവസാനം പറയുന്നുണ്ട്, കർത്താവിന്റെ സന്നിധിയിൽ എന്റെ ആശയം എന്റെ സന്തോഷവും നിങ്ങളായിരിക്കും. ഈ സഹോദരന്മാരെ തിരിച്ചറിയത്തില്ല. പൗലോസിന് എങ്ങനെ അവര് സന്തോഷമായി മാറുന്നത്? പൗലോസ് മൂലം രക്ഷിക്കപ്പെട്ടു വന്ന തെസ്സലോനിക്കയിലെ വിശുദ്ധന്മാർ, പൗലോസിന് സ്വർഗത്തിൽ കർത്താവിന്റെ സന്നിധിയിൽ എന്റെ സന്തോഷം എന്റെ ആശയം നിങ്ങളായിരിക്കും. He will recognize. മറ്റൊരു കാര്യം ഞാൻ ഓർപ്പിച്ചോട്ടെ. വളരെ വ്യക്തമായി ശാസ്ത്രം തെളിയിച്ചൊരു കാര്യം ഞാൻ ഓർപ്പിക്കുകയാണ്. ശാസ്ത്രം തെളിയിച്ചു എന്താണെന്നറിയാമോ? ഞാന് എല്ലാ ജീവജാലങ്ങളുടെ, ബയോളജിക്കൽ വേൾഡിന്റെ ജീവജാലങ്ങളുടെയും അടിത്തറ എന്ന് പറയുന്നത് അമീനോ ആസിഡ്സ് ആണ്. എന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നുകൂടെ വിശദീകരിക്കാം. ഉദാഹരണമായിട്ട് ലോകത്തിൽ പലവിധ ഇറച്ചികളുണ്ട്. പക്ഷെ ഞാൻ എവിടെ ചെന്ന് കോഴിയിറച്ചി തിന്നാലും ഒരേ രുചിയാണ്. ഇന്ത്യയിലെ കോഴിയിറച്ചി തിന്നാലും, ഓസ്ട്രേലിയയിൽ ചെന്ന് കോഴിയിറച്ചി തിന്നാലും, ഞാൻ അമേരിക്ക വന്ന് അവിടുത്തെ കോഴി മേടിച്ച് തിന്നാലും ഈ കോഴിയിറച്ചിക്കല്ല ഒരു രുചിയാണ്. എന്താ കാരണം? ഈ കോഴിയിറച്ചിക്ക് ഒരു പ്രത്യേക സെറ്റ് ഓഫ് അമീനോ ആസിഡ് ബ്ലോക്സ് ഉണ്ട്. ഓരോ ഇറച്ചിക്കും ഓരോ രുചിയാ. ഞാൻ ഓസ്ട്രേലിയയിൽ പോയപ്പോൾ കങ്കാരുവിന്റെ മാംസം ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ അങ്ങനെ തിന്നാനൊന്നും പോയില്ല, ടേസ്റ്റ് ചെയ്തു. പല മാംസങ്ങളും നോക്കുക, ഇൻഡിവിജ്വൽ അതിൽ തന്നെ ഒരു കാര്യം കൂടെ ഓർപ്പിക്കട്ടെ. ഓരോ പ്ലാന്റിന്, ഓരോ ജീവജാലങ്ങൾക്ക് അതിന് പ്രത്യേക അമിനോ ആസിഡ് ബ്ലോക്സ് ഉള്ളപ്പോൾ തന്നെ അതിന്റെ ഓരോന്നിനും ഓരോ രീതിയിലുണ്ട്. എവറി പ്ലാന്റിന്റെ ലീഫ് വ്യത്യാസമാണ്. ഇത് അത്ഭുതകരമായ ഒരു പ്രയോഗമാണ്. എന്റെ വ്യക്തിത്വം എന്നെ സൃഷ്ടിച്ച അമിനോ ആസിഡ് ബ്ലോക്സ് ഉണ്ട്. ആ ബയോളജിക്കൽ കോഡ് എന്ന് പറയും. ഇറ്റ് ഈസ് ഓൾവേസ് ബൈൻഡിങ് ആൻഡ് യൂണിക്. ദാറ്റ് വിൽ നെവർ ചേഞ്ച്. ഞാൻ ഇവിടെ നിന്ന് അമേരിക്ക വന്ന് ജീവിച്ചു, അവിടുത്തെ നല്ല ഭക്ഷണമൊക്കെ കഴിച്ചു, നല്ല ജീവിതം ഞാൻ നയിച്ചു. അതുകൊണ്ട് ഞാൻ മാറത്തില്ല. ഐ വിൽ ബി ദ സെയിം പേഴ്സൺ. പുനരുത്ഥാനത്തിലും എന്റെ അമീനോ ആസിഡ്സിന് മാറ്റം വരുന്നില്ല. ഞാൻ ഓർപ്പിക്കട്ടെ, കർത്താവ് പറഞ്ഞ വാക്ക് നമുക്ക് ഓർമ്മയുണ്ടല്ലോ, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുക, സന്തോഷിക്കാൻ പറഞ്ഞു. നെയിംസ്, ഞാൻ ആ വാക്യങ്ങളൊന്നും എടുക്കുന്നില്ല. യുവർ നെയിംസ് ആർ റിട്ടൺ ഇൻ ഹെവൻ. ബ്രദർ, വെൻ യുവർ നെയിം ഈസ് റിട്ടൺ ഇൻ ഹെവൻ, യു ആർ ഗോയിങ് ടു ബി ദ സെയിം പേഴ്സൺ ഇൻ ഹെവൻ വെൻ ദാറ്റ് നെയിം ഈസ് കോൾഡ്. ആ പേര് വിളിക്കുമ്പോൾ നിങ്ങൾ തന്നെ ആയിരിക്കും ആ വ്യക്തി. നിങ്ങൾ തിരിച്ചറിയും. ഒരു വീട്ടിൽ അന്യോന്യം തിരിച്ചറിയുന്നത് പോലെ സ്വർഗത്തിൽ നിങ്ങൾ തിരിച്ചറിയും. ഞാൻ ഈ ഭാഗം ഇരുന്ന് ധ്യാനിച്ചപ്പോൾ മത്തായി 18 കർത്താവ് പറഞ്ഞു, ഒരു സഹോദരനോട് പ്രശ്നം ഉണ്ടായാൽ എങ്ങനെ തീർക്കണം? നിങ്ങൾക്ക് തീർക്കാൻ ഒക്കത്തില്ലയോ? എന്നിട്ട് കർത്താവ് പറഞ്ഞു, ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും. സഹോദര പ്രശ്നം തീർന്നില്ലെങ്കിൽ സ്വർഗത്തിലും ആ പ്രശ്നം ഉണ്ടായിരിക്കുമെന്ന് കർത്താവിനെ അത് തീർക്കാൻ കഴിയത്തുള്ളൂ. കർത്താവ് അത് തീർക്കും. അതാണ് കറയും കളങ്കമില്ലാത്ത ഒരാക്കി നമ്മളെ തീർക്കുന്നത്. ഞാൻ ചോദിച്ചോട്ടെ, അവിടെ ചെന്ന് ഞാൻ വേറൊരാളായി, നിങ്ങൾ വേറൊരാളായെങ്കിൽ ഈ പ്രശ്നം എങ്ങനെയാ തീർക്കുന്നത്? എനിക്ക് ഇന്ന സഹോദരനോട് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, ആ പ്രശ്നം തീർക്കണമെങ്കിൽ ഐ ഷുഡ് ബി ദ സെയിം പേഴ്സൺ ആൻഡ് ഹി ഷുഡ് ബി ദ സെയിം പേഴ്സൺ. ഞാനും അവരും ഓരോരുത്തർ അതേ വ്യക്തിത്വത്തിലുള്ളവരായിരിക്കണം. ഇനിയും ഏറ്റവും വലിയ പക്ഷെ ഇവിടെ ഒരു ചോദ്യമുണ്ട്. ഞാന് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഭാര്യ എന്റെ ഭാര്യയായിരിക്കുമോ? എന്റെ മക്കൾ എന്റെ മക്കളായിരിക്കുമോ? ഇല്ല. പുനരുത്ഥാന ശരീരത്തെ കുറിച്ച് പറയുമ്പോൾ പ്രാകൃതം ആത്മികമായി മാറും. നാച്ചുറൽ വിൽ പുട്ട് ഓൺ ദ സ്പിരിച്വൽ. ഐ വിൽ ബിക്കം ലൈക്ക് മൈ ബ്ലസ്ഡ് സേവിയർ. എന്റെ കർത്താവിനെ പോലെ ഞാൻ ആയി മാറുമ്പോൾ എന്റെ സ്റ്റേറ്റിന് വ്യത്യാസം വരും. എനിക്കിന്ന് ഞാൻ പറയുമ്പോൾ ഞാൻ കൂടി പറയുകയാണെന്ന് പറയല്ലേ, ദൈവം സ്ത്രീയെ ശപിച്ചു. നിന്റെ ആഗ്രഹം നിന്റെ ഭർത്താവിനോടായിരിക്കും.
ഇനി ശാപമുണ്ടാകത്തില്ല, ആ ശാപം അങ്ങ് മാറും. പക്ഷെ എന്നാ അത് മാറുന്നത്? ഈ സ്വർഗത്തിൽ ചെല്ലുമ്പോഴാണ്. ഞാൻ ചോദിച്ചോട്ടെ, ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, ഇന്നതൊരു അനുഗ്രഹമാണ്. നിന്റെ ആഗ്രഹം നിന്റെ ഭർത്താവിനോടാ. ഞാൻ ചോദിച്ചോട്ടെ, അതില്ലാതിരുന്നെങ്കിൽ ഈ ലോകം എങ്ങനെ ഇരുന്നേ? ഒരു സ്ത്രീക്ക് അവിടെ ഭർത്താവിനോടാണ് ആഗ്രഹം. അത് ദൈവം ഒരു ക്രമീകരിച്ചിരിക്കുന്ന ശാപമാണെങ്കിൽ ഒരു അനുഗ്രഹമാണ്. അങ്ങനെ അല്ലായിരുന്നെങ്കിൽ ഈ ഭൂമി എങ്ങനെ ഇരുന്നേനെ? ഞാനത് വിശദീകരിക്കുന്നില്ല. പക്ഷേ ശാപം മാറുമ്പോഴേ ആ ശാപവും മാറത്തുള്ളൂ. അതെന്ത് പഠിപ്പിക്കുന്നു? അവിടെ എന്റെ സ്നേഹം എന്റെ കുടുംബത്തോടും എന്റെ ഭാര്യയോടും എനിക്ക് കാണിക്കാൻ കഴിയുന്ന സ്നേഹം, സാങ്ക്ടിഫൈഡ് ലവ്, എനിക്ക് മറ്റുള്ളവരോടും കാണിപ്പാൻ കഴിയും. നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കും. അന്നേ അത് സാധിക്കൂ പൂർണ്ണമായി. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ഈ ഭാഗമൊന്ന് നിർത്താം. എന്റെ വ്യക്തിത്വം മാറ്റാൻ കഴിയില്ല. ബയോളജിക്കൽ കോഡ് ഈസ് ബൈൻഡിങ്. എന്നാൽ ഇവിടെ ഒരു കാര്യം കൂടെ പറയാൻ ഞാൻ ഉദ്ദേശിച്ചത്, നമ്മുടെ കർത്താവ് പുനരുത്ഥാനം പ്രാപിച്ച് 40 ദിവസം ഈ ഭൂമി ജീവിച്ചു. ആ 40 ദിവസം ഈ ഭൂമി ജീവിച്ചപ്പോൾ നമുക്ക് മനോഹരമായ ഒരു പഠനമുണ്ട്. അതൊരു പഠനമാണ്. ഞാനത് ഒരു 4 മിനിറ്റ് കൊണ്ടോ 5 മിനിറ്റ് കൊണ്ടോ പറഞ്ഞ് അവസാനിപ്പിക്കാം. അപ്പോൾ എൻ്റെ സമയം തീരും. ഇതൊരു പഠനമാണ്, ഒരു മനോഹരമായ പഠനമാണ്. അതിന് പറയുന്നത് എൻകൗണ്ടറിങ് ഹെവൻ ഇൻ ദ റിസൺ ജീസസ്. പുനരുത്ഥാനം പ്രാപിച്ച യേശുക്രിസ്തുവിൽ സ്വർഗം എന്താണെന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യം. അവൻ പുനരുത്ഥാനം പ്രാപിച്ചിട്ട് 40 ദിവസം കൂടെ ഉണ്ട്. സ്വർഗം എങ്ങനെയാണെന്ന് അവനെ നോക്കിയാൽ അറിയാം. അവന് മറിയയുടെ അടുക്കൽ വന്നു. യോഹന്നാൻ 20:10 വാക്യത്തിൽ വായിക്കുന്നു, മറിയയുടെ അടുക്കൽ വന്നു. അവൾക്ക് മനസ്സിലായില്ല ഇത് കർത്താവാണെന്ന്. കർത്താവ് എന്താ ചെയ്ത്? അവളെ മറിയേ എന്ന് വിളിച്ചു. മറിയേ എന്ന് വിളിച്ചു. ഈ ലോകത്തിലായിരുന്നപ്പോൾ അവന്റെ ഐഹിക ജീവിതകാലത്തിൽ അവൻ അവളെ വിളിച്ച പേര് മറിയ എന്നാണ്. അവന്റെ പുനരുത്ഥാന ശേഷം അവളെ വിളിച്ച പേര് മറിയാണ്. ആ റിലേഷൻ റബൂനി എന്ന് പറഞ്ഞ് അവള് മറുപടി പറയുമ്പോൾ ദാറ്റ് റിലേഷൻ ഈസ് continuing even in the resurrection Lord. പുനരുത്ഥാനം പ്രാപിച്ച ജീവിതത്തിലും ആ ബന്ധം മുന്നോട്ട് പോവുകയാണ്. തോമസിന്റെ അടുക്കൽ വന്നു. നിന്റെ കൈ ഇങ്ങോട്ട് നീട്ടി വിലാപ്പുറത്തിടാൻ പറഞ്ഞപ്പോൾ അവൻ കരഞ്ഞുറക്കെ, എന്റെ കർത്താവും എന്റെ ദൈവമേ. ഇംഗ്ലീഷിൽ വായിച്ചാൽ മൈ ലോർഡ് ആൻഡ് മൈ ഗോഡ്. എന്താ അങ്ങനെ പറയാൻ കാരണം? He has the same personal relation which he had when he was on this earth. That is continuing. പത്രോസിന്റെ അടുക്കൽ മീൻ പിടിക്കുമ്പോൾ ചെല്ലുകയാണ്. യോഹന്നാൻ പറഞ്ഞു, ഇത് കർത്താവാണ്, ഇത് കർത്താവാണ്. നമ്മൾ ഓർത്തതുപോലെ സെൽഫ് എന്ന് പറഞ്ഞാൽ, ഞാൻ ആ ഭാഗം കൂടെ ഒന്ന് പറയട്ടെ. സെൽഫ്, ആ വ്യക്തിത്വമുണ്ടല്ലോ, your personality, it is a blessing from God. ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചു തന്നതാണ് നിങ്ങളുടെ വ്യക്തിത്വം. നിങ്ങളുടെ വ്യക്തിത്വം ഈസ് എ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. യുവർ ലൈഫ് ഈസ് എ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. നിങ്ങളുടെ സെൽഫ് നശിക്കുന്നില്ല, നിങ്ങളുടെ സ്വയം നശിക്കുന്നില്ല. വി ourselves. ഒന്നുണ്ട് സിസ്റ്റർ, നിങ്ങൾ ആരെങ്കിലും ആ ഇയ്യോബിന്റെ പുസ്തകം ഒന്ന് എടുത്താട്ടെ. ഇയ്യോബിന്റെ പുസ്തകം 19-ാം വാക്യം. പഴയ നിയമത്തിൽ നിന്ന് ആ വാക്യങ്ങളൊന്ന് വായിച്ച് നമുക്ക് നിർത്താം. ഇയ്യോബിന്റെ പുസ്തകം 19-ന്റെ 25 വാക്യം 27 വരെ ഒന്ന് വായിക്കാം. നോക്കിയാട്ടെ. പുനരുത്ഥാനത്തെ ജീവിച്ചിരിക്കുന്നെന്നും അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു. എന്റെ ത്വക്ക് ഇങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹസഹിതനായി ദൈവത്തെ കാണും. ഞാൻ തന്നെ അവനെ കാണും, അന്യനല്ല. എന്റെ സ്വന്തം കണ്ണ് അവനെ കാണും. എന്റെ ശരീരം, എന്റെ ത്വക്ക് ദ്രവിച്ചു പോയ ശേഷം മൈ ഫ്ലഷ്, അത് ഡിസ്ട്രോയ് ചെയ്ത ശേഷം ഇയ്യോബ് പറയുകയാണ്, പുനരുത്ഥാനം പ്രാപിക്കും. എനിക്കൊരു പുനരുത്ഥാനമുണ്ട്. അന്യനല്ല, എന്റെ സ്വന്തം കണ്ണുകൊണ്ട് തന്നെ ഞാൻ അവനെ കാണും. സ്തോത്രം. ഇയ്യോബ് തന്നെ അവന്റെ കണ്ണുകൊണ്ട് തന്നെ കാണും. യെശയ്യാവ് 33:17. ഇയ്യോബ് വേറൊരാളാകുകയല്ല. Your self will be the same. Your personality will be same. Yes. Isaiah 33:17.
നിന്റെ കണ്ണ് രാജാവിനെ അവന്റെ സൗന്ദര്യത്തോടെ ദർശിക്കും, വിശാലമായൊരു ദേശം കാണും. നിന്റെ കണ്ണ് രാജാവിനെ കാണും. Your own eyes will see the king. അന്യനല്ല, സ്വന്തം കണ്ണുകൊണ്ട് കാണും. 17-ാം സങ്കീർത്തനം വായിക്കാതെ ഞാൻ പറയട്ടെ. അതിന്റെ 15-ാം വാക്യത്തിൽ ഞാൻ ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് തൃപ്തനാകും. സഹോദരന്മാരെ, എന്റെ പ്രത്യാശ, നിങ്ങളുടെ പ്രത്യാശ, സ്വർഗം വിശുദ്ധന്മാരുടെ സ്ഥലമാണ്, ഒരു കുടുംബമാണ്, ഒരു കുടുംബ ജീവിതമാണ്. ശത്രുതയും അസൂയയും ഒന്നുമില്ലാത്തൊരു സ്ഥലം, അനിമോസിറ്റി ഇല്ല. അതെല്ലാം മാറി ഒരു കുടുംബത്തിൽ എനിക്ക് സന്തോഷമുള്ളതുപോലെ. നമ്മൾ ആവർത്തനം 11 കർത്താവ് പറഞ്ഞില്ലേ, എന്നെ നിങ്ങൾ അനുസരിച്ചാൽ ഐ വിൽ മേക്ക് യുവർ ഡേയ്സ് as the days of heaven which is above the earth. സ്വർഗം ഭൂമിയാക്കി തരാമെന്ന് പറഞ്ഞ ആ കർത്താവിന്റെ സന്നിധിയിൽ അവൻ സ്വർഗത്തിൽ പോയി നമുക്കൊരു വീടൊരുക്കുകയാണ്. അവിടെ ചെന്ന് നാം അനുഭവിക്കുന്ന സന്തോഷം എന്തുവായിരിക്കും? നമ്മുടെ പ്രാകൃതം ആത്മീകമായി മാറുമ്പോൾ, എന്റെ ഭാര്യയെയും കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്ന പോലെ എനിക്ക് മറ്റുള്ളവരെ സ്നേഹിപ്പാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് ഞാൻ മാറുമ്പോൾ ഒരു ഭവനമായി സ്വർഗം തീരുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരവസ്ഥയിലേക്ക് മാറുകയാണ്. നമ്മൾ ഓർത്തതുപോലെ എന്റെ വ്യക്തിത്വം ദൈവത്തിന്റെ ദാനമാണ്. എത്ര വിലയുള്ളതാണ്, അതിനെത്ര വിലയുണ്ട്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ തിരിച്ചറിയുന്നു. അവിടെ ഭക്ഷിക്കാൻ കഴിയുമോ? പലരും ചോദിച്ചു. ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചതിന്റെ മറുപടി പോലും ഞാൻ ചോദ്യം പോലും പറയത്തില്ല, കാരണം അത്രയും ചോദ്യം എന്നോട് ചോദിച്ചിട്ടുണ്ട്. കഴിക്കും. കർത്താവിന്റെ പുനരുത്ഥാന ശേഷം തേൻകട്ടയും മീനും മേടിച്ചവൻ തിന്നു. കർത്താവ് പറഞ്ഞു, ഇനിയും ദൈവരാജ്യം നിങ്ങളോടൊത്ത് മുന്തിരിവള്ളിയുടെ അനുഭവം ഞാൻ കുടിക്കുവോളും ഇനി കുടിക്കത്തില്ല. അവിടെ മുന്തിരിവള്ളിയുടെ അനുഭവം കുടിക്കും. സ്വർഗത്തിൽ നിന്ന് പൊഴിച്ചു കൊടുത്തു. 40 വർഷം മന്ന പൊഴിച്ചു കൊടുത്തപ്പോൾ അത് സ്വർഗത്തിലെ ദൂതന്മാരുടെ ആഹാരമാണെന്ന് തിരുവചനം വായിക്കുന്നു. ബ്രദേഴ്സ്, we will be able to eat, we will be able to enjoy. അവിടെ നമ്മൾ കാണുന്നുണ്ട് 12 വിധ ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് നാളെ ആ ഭാഗങ്ങളിൽ ചിന്തിക്കാം. സ്വർഗം എത്ര മനോഹരം. മറുഭാഗത്ത് നമ്മൾ കണ്ടു നരകം യാതന സ്ഥലമാണ്, കരച്ചിലും കണ്ണുനീരും പല്ലുകടിയുമുള്ള സ്ഥലമാണ്. എന്നാൽ മനോഹരമായ സ്വർഗത്തെക്കുറിച്ച് വേദപുസ്തകം നമുക്ക് ഉറപ്പുവരുന്നു. നമ്മുടെ പ്രത്യാശ അതാണ്. ദൈവം നമ്മളെ സഹായിക്കട്ടെ. അവന്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.